നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടുവാൻ ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ആണെങ്കിലും ദൈവം നൽകിയ അവസരത്തിനായിട്ട് തിരുനാമത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. ഈ വളരെ പ്രയാസങ്ങൾ കൂടി വരുന്ന ഈ പാൻഡമിക്കിന്റെ നടുവിലും നമുക്ക് നമ്മുടെ കഷ്ടതകളും പ്രയാസങ്ങളുടെയും നടുവിലും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കർത്താവിൽ സന്തോഷിപ്പാനും ഒക്കെ ദൈവത്തിന്റെ മനസ്സിൽ നമ്മളോട് ഉണ്ടാകുന്നല്ലോ. അതോർത്ത് ദൈവത്തിന് സ്തോത്രം. ഈ മീറ്റിംഗ് പ്രിസൈഡ് ചെയ്ത കർത്താനദാസൻ പറഞ്ഞ പോലെ എല്ലാം തമ്പുരാന്റെ ആ സോവറിൻ അതോറിറ്റിയിൽ നടക്കുന്ന കാര്യമാണ്. നമ്മൾ സെക്കൻഡ് ക്രോണിക്കിൾസിൽ വായിക്കുന്ന പോലെ ആകാശം അടയ്ക്കുന്നതും വെട്ടുക്കിളിയോട് കൽപ്പിക്കുന്നതും മഹാമാരി അയക്കുന്നതും എല്ലാം ദൈവമാണ് എന്ന് നമ്മൾ തിരുവഴുത്തിൽ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യവും കർത്താവാണ് നിയന്ത്രിക്കുന്നത് എന്നാണ് നമുക്ക് തിരുവഴുത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. നമുക്ക് നമ്മുടെ പഠനം തുടരാം. നിങ്ങളെ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ രാത്രിയിൽ ചിന്തിച്ചു വന്നത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു 4-5 മിസ്കൺസെപ്ഷൻസ് ആണ് പഠിക്കാനായിട്ട് ആഗ്രഹിച്ചത്. ആദ്യത്തെ ദിവസം നമ്മൾ ചിന്തിച്ചത് ഇത് ഓറൽ ട്രഡീഷൻ മാത്രമായിരുന്നു. പിന്നീട് കാലങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് റിട്ടൺ ട്രഡീഷൻ ആയത്. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇത് എഴുതിയത്? ഈ വിഷയങ്ങളാണ് നമ്മൾ ആദ്യത്തെ ദിവസം അല്പമായിട്ട് ചിന്തിച്ചത്. സെക്കൻഡ് ഡേയിൽ നമ്മൾ ചിന്തിച്ചത് സ്ക്രിപ്ചറിന്റെ എഴുത്തുകാർക്ക് അവരുടെ എഴുത്തുകൾ അതോറിറ്റേറ്റീവ് ആയിരുന്നു എന്നുള്ള ബോധ്യത്തോടെയാണോ അല്ലയോ എഴുതിയത്? അതാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചത്. അതിന്റെ ഇന്നലെ നമ്മൾ ചിന്തിച്ചതിന്റെ ഒരു ഭാഗം മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. നമ്മൾ ഇന്നലെ പറഞ്ഞ ആ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതായിരുന്നു. നമുക്ക് അപ്പോസ്റ്റോലിക് മാർക്ക് എഴുത്തുകളിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഐ കമാൻഡ് യു, അല്ലെങ്കിൽ ആ നിലയിലുള്ള വളരെ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള അപ്പോസ്തോലിക അധികാരം നമുക്ക് എഴുത്തുകാരിൽ മത്തായിയിലും മാർക്കിലും ലൂക്കിലും ജോണിലും പൊളൈൻ ലെറ്റേഴ്സിലും ഒക്കെ വളരെ കൃത്യമായിട്ട് അവരുടെ എഴുത്തിനെ പറ്റി വളരെ ബോധ്യമുള്ളവരായിരുന്നു എന്ന് നമുക്ക് സ്ക്രിപ്ചറിലൂടെ യാത്ര ചെയ്തപ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. സ്ക്രിപ്ചറിലൂടെ യാത്ര ചെയ്തപ്പോൾ ഈ രണ്ടാമത്തെ നമ്മുടെ വിഷയം അതോറിറ്റേറ്റീവ് ആയിരുന്നോ അതോ 4-ാം നൂറ്റാണ്ടിലാണോ അതോറിറ്റേറ്റീവ് ആയത് എന്ന് നമ്മൾ പഠിച്ചു വരുന്നതിന്റെ ആദ്യത്തെ ഹാഫ് സ്ക്രിപ്ചറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. ദ സെക്കൻഡ് പാർട്ട് നമ്മൾ വി ആർ ഗോയിങ് ടു ദ സെക്കൻഡ് സെഞ്ചുറി ക്രിസ്ത്യാനിറ്റി. 2-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. 2-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനിറ്റി. ഞാൻ എൻ്റെ കേൾവിക്കാരോടൊരു കാര്യം പറയാം. കഴിയുമെങ്കിൽ നമ്മൾ ആ സെക്കൻഡ് സെഞ്ചുറി ക്രിസ്ത്യാനിറ്റിയെ പറ്റി ഒന്ന് വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്താൽ നല്ലതായിരിക്കും. നല്ല ഒതന്റിക് ആയിട്ടുള്ള മെറ്റീരിയല് ഉണ്ടെങ്കിൽ അത് മേടിച്ച് വായിച്ചാൽ നമുക്ക് പ്രയോജനമായിരിക്കും. സെക്കൻഡ് ആൻഡ് തേർഡ് സെഞ്ചുറി ക്രിസ്ത്യാനിറ്റി, വാസ്തവത്തിൽ ആ സെക്കൻഡ് ആൻഡ് തേർഡ് സെഞ്ചുറി ക്രിസ്ത്യാനിറ്റിയാണ് ആ ചർച്ചിനെ ഷേപ്പ് ചെയ്യുന്നതെന്ന് ഞാൻ പറയാനുള്ള കാരണം, റിഫോർമേഷന്റെ കാലത്ത് മാർട്ടിൻ ലൂതറും ജോൺ സിംഗ്ലിയും അല്ലെങ്കിൽ കാൾവിനെ പോലെയുള്ള ദൈവദാസന്മാരൊക്കെ അവര് പറഞ്ഞത് ഗോ ബാക്ക് ടു സ്ക്രിപ്ചർ അല്ലെങ്കിൽ ഏർലി ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോകണമെന്നായിരുന്നു. ഗോ ബാക്ക് ടു സ്ക്രിപ്ചർ, അതായിരുന്നു അവരുടെ ഒരു പ്രധാന തീം എന്നുള്ളത്. ഗോ ബാക്ക് ടു സ്ക്രിപ്ചർ. ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, ഒരു അല്പം ഇൻട്രൊഡക്ഷൻ പോലെ. ശ്രദ്ധിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്ക്രിപ്ചറായിട്ട് ദൈവവചനത്തെ സെക്കൻഡ് സെഞ്ചുറിയിൽ ജീവിച്ചിരുന്ന ചർച്ച് ഫാദേഴ്സ് അല്ലെങ്കിൽ അപ്പോസ്റ്റോലിക് ഫാദേഴ്സ്, നിങ്ങൾക്ക് ആ 2 പേര് പരിചയമാണല്ലോ. നമ്മുടെ ഇടയിൽ ആ പേരുകൾ അത്രയും പരിചയമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോസ്റ്റോലിക് ഫാദേഴ്സ് ആൻഡ് ചർച്ച് ഫാദേഴ്സ്, ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ട്. അതായത്
അപ്പോസ്റ്റോലിക് ഫാദേഴ്സ് എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ഡിസൈപ്പിൾസിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെയാണ് അപ്പോസ്റ്റോലിക് ഫാദേഴ്സ് എന്ന് പറയുന്നത്. അഥവാ ഈ ഫസ്റ്റ് ജനറേഷൻ, യേശുവിന്റെ ഡിസൈപ്പിൾസ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ജനറേഷൻ ക്രിസ്ത്യാനിറ്റി, they were called apostolic fathers. സെക്കൻഡ് ജനറേഷൻ ഓൺവേർഡ്സ് നമ്മളവരെ വിളിക്കുന്നത് ചർച്ച് ഫാദേഴ്സ് എന്നാണ്. ചർച്ച് ഫാദേഴ്സ്, ക്ലിയർ ആയോ? ഇതാണ് അപ്പോസ്റ്റോലിക് ഫാദേഴ്സും ചർച്ച് ഫാദേഴ്സും. ഈ പേരുകളൊക്കെ ലേറ്റർ ഡെവലപ്മെന്റ് നെയിംസ് ആണ് കേട്ടോ. അന്ന് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് അവര് എൽഡർ, ബ്രദർ എന്നൊക്കെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. എൽഡർ അല്ലെങ്കിൽ ബിഷപ്പ്. ബിഷപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, തലേ തൊപ്പിയും കൈ വടിയും വെച്ച ആളെ അല്ല വേദോസം ബിഷപ്പ് എന്ന് വിളിക്കുന്നത്. ബിഷപ്പ് എന്ന് പറഞ്ഞാൽ പാസ്റ്റർ എന്നാണ് അർത്ഥം. ബിഷപ്പ് എന്ന് പറഞ്ഞാൽ പാസ്റ്റർ എന്നാണ് അർത്ഥം. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, നിങ്ങളുടെ പാസ്റ്റർ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. എൽഡർ, ബിഷപ്പ്, പാസ്റ്റർ, ഷെപ്പേർഡ്, പ്രസ്പിറ്റർ എല്ലാം ഒരാളാണ്. എൽഡർ എന്ന് വിളിക്കാൻ കാര്യം മെച്യൂരിറ്റിയാണ്, മെച്യൂരിറ്റി. ഷെപ്പേർഡ് എന്ന് വിളിക്കാൻ കാര്യം ആ ചെയ്യുന്ന ശുശ്രൂഷയെ നോക്കിയാണ്, ഷെപ്പേഡി. ബിഷപ്പ് എന്ന് വിളിക്കാൻ കാര്യം തിരുവഴുത്തിൽ വായിക്കുന്നില്ലേ, അധ്യക്ഷത ചെയ്തുകൊള്ളുവീൻ എന്ന് വായിക്കുന്നില്ലേ, അതുകൊണ്ടാണ് ബിഷപ്പ്. നമുക്ക് സഭ എന്ന വിഷയം അല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അതുകൊണ്ട് ബിഷപ്പ് എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ പാസ്റ്റർ, എൽഡർ എന്ന അർത്ഥം വരാവുള്ളൂ കേട്ടോ. എൽഡർ എന്ന അതാണ് വേദോസം പറയുന്നത്. നമുക്ക് സ്ക്രിപ്ചറിന്റെ അതോറിറ്റിയിൽ നിന്ന് അപ്പോസ്റ്റോലിക് മാർക്ക് കണ്ടു. ഇനി സെക്കൻഡ് സെഞ്ചുറിയിലെ ദൈവദാസന്മാര്, 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അപ്പോസ്തലന്മാരെ പറ്റി, അവരുടെ റൈറ്റിംഗ്സിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ഒരു 4-5 കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞുതരാം. ഇന്നലത്തെ പോലെ തന്നെ വളരെ ബുദ്ധിമുട്ട്, ഇന്ന് ഇച്ചിരി പ്രയാസം കൂടുതലാണ്. കാര്യം നമുക്ക് ഇഷ്ടമില്ലാത്ത കുറച്ച് പേരുകളൊക്കെ, ഞാൻ ഇഷ്ടമില്ലാത്ത എന്ന് പറഞ്ഞാൽ യൂസ്ഡ് അല്ലാത്ത കുറച്ച് പേര് ഞാനങ്ങ് പറയാൻ പോവാണ്. അതുകൊണ്ട് മനസ്സിനെ പ്രിപ്പയർ ചെയ്തിരുന്നോണം. യൂസ്ഡ് അല്ലാത്ത കുറച്ച് പേര് പഠിക്കാൻ പോവാണ്. ഫസ്റ്റ്, ക്ലെമന്റ് ഓഫ് റോം. ക്ലെമന്റ് ഓഫ് റോം കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ എവിടെയെങ്കിലും ഒക്കെ. കാത്തലിക്സ് ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കറിയാം ക്ലെമന്റ് ഓഫ് റോം. കാത്തലിക്കിന്റെ സ്റ്റോറി പറയുന്നത്, സ്റ്റോറിയാണ് കേട്ടോ, സ്റ്റോറി പറയുന്നത് പീറ്റർ റോമിലെ സഭ സ്ഥാപിച്ചു. പീറ്ററിന് ശേഷം വേറെ സെക്കൻഡ് തിമോത്തിയിൽ ലീനോസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ വായിച്ചിട്ടുണ്ടോ? ലീനോസ്. നമ്മളത് ഈ കൺക്ലൂഡിങ് റിമാർക്ക് ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വായിക്കുകയില്ല. അവിടെ ഉണ്ടൊരു പേര്, ലീനൂസ്. പീറ്ററിന് ശേഷം ലീനൂസ് റോമിൽ പോപ്പായിരുന്ന ലീനൂസ്. അതിനുശേഷം ക്ലെമന്റ് ഓഫ് റോം, ക്ലെമന്റ് ആയെന്നാണ്. എന്നാൽ ഈ ലീനൂസ് അത്രയും പോപ്പുലർ അല്ലാത്തതുകൊണ്ട് ലീനൂസിനെ മിണ്ടുകയില്ല. പിന്നെ പീറ്റർ കഴിഞ്ഞാൽ ക്ലെമന്റ് ഓഫ് റോം. അങ്ങനെയാണ് അപ്പോസ്റ്റോലിക് സക്സഷന്റെ കഥ അവർ പറയുന്നത്. അങ്ങനെങ്കിൽ ഈ ക്ലെമന്റ് ആരാണെന്ന് ചോദിച്ചാൽ അവരെടുക്കുന്ന ഒരു റെഫറൻസ് ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4:2, ക്ലേമന്ത് മുതലായ സഹോദരന്മാർ എന്നൊരു റെഫറൻസ് ഉണ്ട്. ക്ലെമന്റ്, ഈ ക്ലെമന്റ് തന്നെയാണ് ആ ക്ലെമന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് അതിനൊന്നും പ്രശ്നമില്ല. അതൊക്കെ ചരിത്രപരമായിട്ട് വേണമെങ്കിൽ അന്വേഷണം നടത്താം. അങ്ങനെ അന്വേഷണം നടത്തി വരുമ്പോൾ ഇതെല്ലാം പ്രശ്നമാകും കേട്ടോ. കാരണം പീറ്ററിന്റെ ഡിസൈപ്പിൾ അല്ല ക്ലെമന്റ്. ക്ലെമന്റ് എന്ന് വായിക്കുന്നത് പോളിന്റെ ഡിസൈപ്പിൾ ആണ്. ഇനിയും പോളിന്റെ ഡിസൈപ്പിളിനെ പീറ്റർ കൈവച്ച് സസെഷൻ ചെയ്യുവോ? നിങ്ങൾ ചിന്തിച്ചാൽ മതി. അവിടെ കൊണ്ട് തീരുന്നില്ല. എല്ലാവർക്കും അറിയാമല്ലോ, റോമിലെ സഭ സ്ഥാപിച്ചത് പീറ്ററും പോളും ഒന്നും അല്ല. നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ തന്നെ 2 വീഡിയോ ഉണ്ട്. ചർച്ച് അറ്റ് ആന്റിയോക്ക് ആൻഡ് ചർച്ച് അറ്റ് റോം എന്ന് പറയുന്ന 2 വീഡിയോ ഉണ്ട്. അത് റോമിലെ, അത് എവിടെയെങ്കിലുമൊക്കെ കാണും. ഞാൻ അതിനകത്ത് വിശദമായിട്ട് ആ സഭയുടെ ആരംഭത്തെ പറ്റി വളരെ കൃത്യമായി ലഭിക്കാവുന്ന എവിഡൻസോടെ ഞാൻ കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾക്ക് പിന്നാലെ ഞാൻ അയച്ചു തരാം. അത് 45 to 1 hour വീഡിയോ മാത്രമേ ഉള്ളൂ. വളരെ എളുപ്പമാണ് കേൾക്കാനായിട്ട്. നമുക്ക് ഈ ക്ലെമന്റ് കാര്യം എന്ന് പറയാനായിട്ട് ഞാൻ ഈ ക്ലെമന്റിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്നുള്ളൂ. ക്ലെമന്റ് ഓഫ് റോം
ഇദ്ദേഹം ഒത്തിരി എഴുത്തുകളൊക്കെ എഴുതിയിട്ടുണ്ട്, ഒത്തിരി ലെറ്റേഴ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ആ ലെറ്ററിനകത്ത് അപ്പോസ്തലന്മാരെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ ചില സെന്റൻസുകൾ ഞാനൊന്ന് പറഞ്ഞു കേൾപ്പിക്കാം. ഞാൻ ഇംഗ്ലീഷിലൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചിരിക്കാമോ? കുഴപ്പമില്ലല്ലോ, പ്ലീസ്. ക്ലെമന്റ് പറയുക, ക്ലെമന്റിന്റെ ഫസ്റ്റ് ലെറ്റർ, ഫസ്റ്റ് ക്ലെമന്റ് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ലെറ്ററിന്റെ പേരാണ് ഫസ്റ്റ് ക്ലെമന്റ്. അദ്ദേഹം പറയുകയാണ്, ടേക്ക് അപ്പ് ദ എപ്പിസൽ ഓഫ് ദാറ്റ് ബ്ലെസ്സഡ് അപ്പോസ്റ്റൽ പോൾ. വാട്ട് ഡിഡ് ഹി റൈറ്റ് ടു യു അറ്റ് ഫസ്റ്റ്, at the beginning of his proclamation of the gospel? To be sure, he sent you a letter in the spirit concerning himself and Cephas and Apollos. വലുതായിട്ടൊന്നും കാര്യം മനസ്സിലായില്ലെങ്കിൽ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നമ്മുടെ വിഷയം 1-ാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർക്ക് അവരുടെ അധികാരത്തെ പറ്റി 2nd സെഞ്ചുറിയിലുള്ള ആളുകൾക്ക് ബോധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 2nd സെഞ്ചുറി എന്ന് പറഞ്ഞാൽ, ഈ ക്ലെമന്റ് എന്ന് പറഞ്ഞാൽ 1-ാം നൂറ്റാണ്ടിന്റെ ഏറ്റവും ലാസ്റ്റ് ടൈമിലെ ആളാണ്. ആ ദൈവദാസൻ പറയുകയാണ്, ടേക്ക് അപ്പ് ദ എപ്പിസൽ ഓഫ് ദാറ്റ് അപ്പോസ്റ്റൽ പോൾ, ബ്ലെസ്സഡ് അപ്പോസ്റ്റൽ പോൾ. ആ പ്രയോഗം ഓർത്തോണം, ബ്ലെസ്സഡ് അപ്പോസ്റ്റൽ പോൾ. അങ്ങനെയെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു പ്രധാന കാര്യം ഇതാണ്, പോളിനെ ക്ലെമന്റ് വിളിക്കുക ബ്ലെസ്സഡ് അപ്പോസ്റ്റൽ. രണ്ടാമത് ഞാൻ വായിച്ച സെന്റൻസിനകത്തൊരു അർത്ഥമുണ്ട്. നിങ്ങളുടെ ഇടയിൽ വന്ന എഴുത്തുകൾ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. നിങ്ങളുടെ ഇടയിൽ വന്ന എഴുത്തുകൾ, അതായത് പൗലോസിന്റെ ലെറ്റർ വെരി കോമൺ ആയിട്ട് ആ ലോക്കൽ സഭകളിൽ ഉണ്ടായിരുന്നു എന്നാണ് ക്ലെമന്റ് അക്നോളജ് ചെയ്യുന്നത്. മൂന്നാമത്തെ കാര്യം, ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? മൂന്നാമതൊരു കാര്യം, ടു ബി ഷുവർ ഹി സെൻഡ് യു എ ലെറ്റർ ഇൻ ദ സ്പിരിറ്റ്. ഏതാണെന്ന് ഞാൻ ആ വായിച്ചതിനകത്ത് തന്നെയുണ്ട്. ഏതായിരുന്നു? പൗലോസിന്റെ എഴുത്തിനെ പറ്റി ക്ലെമന്റ് പറയുക, പൗലോസ് ആത്മാവിനാൽ എഴുതിയ ലേഖനം. ഏത് ലേഖനമാണെന്ന്? നമ്മൾ അപ്പല്ലോസിനെ കേഫാവിനെ കാര്യം പറയുന്ന ലേഖനം ഏതാ? അയ്യോ, ഒന്ന് പറയണം. ഫസ്റ്റ് കൊരിന്ത്യൻസ് 1-ാം അധ്യായത്തിനകത്തല്ലേ ആ പേര് അതുപോലെ പറഞ്ഞേക്കുന്നേ? അങ്ങനെയെങ്കിൽ വേദപണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ക്ലെമന്റ് പറയുക ബ്ലെസ്സഡ് അപ്പോസ്റ്റൽ. 2, ആ ലെറ്റർ നിങ്ങൾക്ക്, യു ആർ വെരി ഫെമിലിയർ വിത്ത് ഹിസ് ലെറ്റേഴ്സ്. മൂന്നാമത്തെ കാര്യം, ആത്മാവിനാൽ എഴുതിയ ലേഖനം. എങ്ങനുണ്ട് ഹിസ്റ്റോറിക്കൽ എവിഡൻസ് അപ്പോസ്തലന്മാരെ പറ്റിയുള്ള 2nd സെഞ്ചുറി ക്രിസ്ത്യാനിറ്റിയുടെ ആ ബോധ്യം? അതോ 4-ാം നൂറ്റാണ്ടിൽ പറഞ്ഞപ്പോഴാണോ പോളിന്റെ എഴുത്ത് അതോറിറ്റേറ്റീവ് ആയത്? നോ. ഇത് ഇങ്ങനെ പറഞ്ഞു പോയാലേ ഒന്ന് നിങ്ങൾക്ക് ബോറ് പഠിക്കും, ക്ലാസ് തീരത്തില്ല. എങ്കിലും ഈ 3 കാര്യം ക്ലെമന്റ് പറഞ്ഞ് ഓർക്കാവല്ലോ. നമ്മളൊന്ന് പറഞ്ഞ് ക്ലെമന്റ് ഓഫ് റോം ഈ 3 നിലയിൽ പറഞ്ഞേക്കുകയാണ്. അപ്പോസ്തോലിക അധികാരത്തിന് വി ഹാവ് ഹിസ്റ്റോറിക്കൽ റീസൺ. നമുക്ക് വിശ്വസിക്കാൻ ഹിസ്റ്റോറിക്കൽ റീസൺ ഉണ്ട്. ഇനിയും ഈ ക്ലെമന്റ് ഒത്തിരി പുസ്തകത്തിനകത്ത് നിന്നൊക്കെ കോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ സമയമില്ല. ക്ലെമന്റ് ഓഫ് റോമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൊട്ടേഷൻ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അപ്പോസ്തലന്മാരെ പറ്റി പറഞ്ഞ വളരെ ചരിത്ര പ്രസക്തമായ ഒരു കൊട്ടേഷൻ. നിങ്ങൾക്ക് നോട്ട് തരാമെന്ന് പറഞ്ഞാൽ ഞാൻ നോട്ട് തരണ്ടേ, അതുകൊണ്ട് പറയുകയല്ല. എൻ്റെ നോട്ട് ഇല്ല, അതാണ് സത്യം. അതുകൊണ്ട് ഞാൻ നോട്ടൊന്നും തരത്തില്ല. എന്തെങ്കിലും ആവശ്യമൊക്കെ ആണെങ്കിൽ ഞാൻ കുറച്ചൊക്കെ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാം. ശ്രദ്ധിച്ചോളൂ, ഈ ക്ലെമന്റ് അപ്പോസ്തലന്മാരെ പറ്റി പറഞ്ഞ ഒരു കാര്യമാണ്, വളരെ മനോഹരമാണ്. അദ്ദേഹം പറയുകയാണ്, the apostles were given the gospel by the Lord Jesus Christ. 2, Jesus Christ was sent forth from God, thus
Christ came from God and the apostles from Christ. ക്ലെമന്റ് പറഞ്ഞ വളരെ പ്രസക്തമായ ഒരു സെന്റൻസ് ആണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, യേശുക്രിസ്തുവിൽ നിന്ന് അപ്പോസ്തലന്മാർ സുവിശേഷം നമുക്ക് നൽകി. യേശു പിതാവാം ദൈവത്തിൽ നിന്ന് വന്ന പോലെ അപ്പോസ്തലന്മാർ ക്രിസ്തുവിൽ നിന്ന് വന്നു. അതാണ് അതിന്റെ അർത്ഥം. എത്ര ഷാർപ്പാണ് ക്ലെമന്റിന്റെ ഒരു ലെറ്ററിനകത്ത് അദ്ദേഹം എഴുതിയേക്കുന്ന കോട്ടാണിത്. 2-ാം നൂറ്റാണ്ടിൽ ഒന്നാം നൂറ്റാണ്ടിൽ ഒടുവിൽ 2-ാം നൂറ്റാണ്ടിൽ സർക്കുലേറ്റ് ചെയ്യപ്പെട്ട തന്റെ ഒരു ക്ലെമന്റ് എഫസോസുകാർക്ക് എഴുതിയ ഒരു ലേഖനം, ഫസ്റ്റ് ക്ലെമന്റിന്റെ 1-ാമത്തെ ലെറ്ററിനകത്ത് താൻ പറഞ്ഞ കാര്യമാണ്, അപ്പോസ്തലന്മാര് യേശു ദൈവത്തിൽ നിന്ന് വന്നതുപോലെ apostles came from Jesus Christ. ഏർലി ക്രിസ്ത്യാനിറ്റി ആ അപ്പോസ്തലന്മാരെ കണ്ടത് എത്ര അനുഗ്രഹിക്കപ്പെട്ടവരായിട്ടാണ്. അതുകൊണ്ടല്ലേ പൗലോസ് പറഞ്ഞു, ഞാനും അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല. വളരെ ഗൗരവമാണ് വാചകങ്ങൾ. അന്നേരം ക്ലെമന്റിന് വളരെ ബോധ്യം ഉണ്ടായിരുന്നു, ഞാൻ പൗലോസിനെ പോലെ ആ നിലയിൽ അധികാരമുള്ളയാളല്ല. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പറയേണ്ട കാര്യമില്ലായിരുന്നു. റോമൻ കാത്തലിസിസം പറയുന്നത് പീറ്ററിനെ പോലെ പോളിനെ പോലെ ക്ലെമന്റിനും സെയിം റൈറ്റ് ആയിരുന്നു. അത് കൊണ്ടിരുന്ന എന്തിനാന്ന് അറിയാമോ? ഞങ്ങളുടെ പാപ്പായ്ക്ക് ഇന്നും പൗത്രോസിന്റെ അധികാരം ഉണ്ടെന്ന് പറയാൻ വേണ്ടി കൊണ്ടിരുന്ന കഥയാണ്. നോ, ഇവിടെ ക്ലെമന്റ് പറയുകയാണ്, ദേ ആർ ബ്ലെസ്ഡ് അപ്പോസ്റ്റൽസ്. അവരാത്മാവിൽ എഴുതിയ ലേഖനം, ആ ലേഖനങ്ങൾ യു ആർ വെരി ഫെമിലിയർ വിത്ത് ഹിസ് റൈറ്റിംഗ്സ്. എന്നിട്ട് യേശു പിതാവിൽ നിന്ന് വന്ന പോലെ, എന്തൊരു കമ്പാരിസൺ ആണെന്ന് നോക്കിയേ. അപ്പോസ്തലന്മാർ ക്രിസ്തുവിൽ നിന്ന് വന്നു. റെഫറൻസ് ഫസ്റ്റ് ക്ലെമന്റ്, ആ ലെറ്ററിന്റെ ചാപ്റ്റർ 42 വേഴ്സ് 1 and 2 നെറ്റ് ചെക്ക് ചെയ്താൽ കിട്ടും. ഫസ്റ്റ് ക്ലെമന്റ് ചാപ്റ്റർ 42 വേഴ്സസ് 1 and 2, അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ റെഫറൻസ് കിടക്കുന്നത്. അങ്ങനെയെങ്കിൽ ക്ലെമന്റിനെ നമുക്ക് അത്രയും പറയാൻ നിവൃത്തിയുള്ളൂ. അതിൽ നിന്ന് നമുക്കൊരു ഹിസ്റ്റോറിക്കൽ എവിഡൻസ് കിട്ടിയില്ല. 2nd സെഞ്ചുറി ക്രിസ്ത്യാനിറ്റി അപ്പോസ്തലന്മാരെ കണ്ടത് ദേ വേർ അതോറിറ്റേറ്റീവ്. ക്ലിയർ? രണ്ടാമത്തെ കാര്യം, അന്നേരം ക്ലെമന്റിനെ നമ്മളിപ്പോ തൽക്കാലത്തേക്ക് മാറ്റിയാണ്. നിങ്ങൾ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടല്ലോ ഡിഡാക്കെ എന്നൊരു ഒരു 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 റൈറ്റിംഗ്സിനെ പറ്റി. ഡിഡാക്കെ, ഈ പുസ്തകമാണ് ഡിഡാക്കെ. ഇത് കണ്ടോ? ചിലരൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടില്ലേ, ഡിഡാക്കൈക്കകത്തുണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഒരു സാധാരണ ഇംഗ്ലീഷ് അറിയാവുന്ന ആൾക്ക് ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാകില്ല, കാരണം വെരി ഹാർഡാണ്. 2, ഇത് ഗ്രീക്കിൽ എഴുതിയതാണ്, അതും ബുദ്ധിമുട്ടാണ്. ഗ്രീക്ക് നിങ്ങളുടെ പാസ്റ്റർക്കും ഒക്കെ ഒരുവിധം, ഞങ്ങൾക്കൊക്കെ ഒരുവിധം വായിച്ച് മീനിങ് നോക്കാൻ അറിയാം. വലുതായിട്ടൊന്നും അറിയത്തില്ല, കഷ്ടപ്പെട്ട് ഇങ്ങനെ വായിച്ച് അതിന്റെ അർത്ഥം നോക്കാനുള്ള ഗ്രീക്ക് എനിക്കറിയാം ഒരുവിധം. അങ്ങനെ വായിച്ചാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ ഈ ഡിഡാക്കെ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അതൊന്ന് ഓർത്തിരിക്കണം. നമ്മളോട് ഇടയ്ക്ക് ചോദിക്കും, നിങ്ങൾ ഡിഡാക്കൈക്ക്, എന്നോടൊരുത്തം പറഞ്ഞു ശിശുസ്നാനം ഡിഡാക്കൈക്കകത്തുണ്ടെന്ന് പറഞ്ഞു. ശിശുസ്നാനം, ഇൻഫന്റ് ബാപ്റ്റിസം. ഞാൻ ഓർത്ത് ദൈവമേ ഇനിയും കാണും, കാര്യം ഡിഡാക്കെ ഞാൻ വായിച്ചിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വായിച്ചു നോക്കി, അങ്ങനെ ഒരു കാര്യം ഡിഡാക്കൈക്കകത്തില്ല. ഡിഡാക്കെ എന്ന് പറഞ്ഞാൽ സിമ്പിൾ മീനിങ് ടീച്ചിങ്, അപ്പോസ്റ്റോളിക് ടീച്ചിങ്. ഓതർ ഈസ് അൺനോൺ, വി ഡു നോട്ട് നോ ഹു റോട്ട് ദാറ്റ്. അറിയില്ല, ആർക്കും അറിയില്ല. എന്നാൽ ഇതിനെപ്പറ്റി പറയുന്നത് ഏർലി ക്രിസ്ത്യാനിറ്റിയിലെ ഒരു ക്രിസ്ത്യൻ മാനുവൽ ആയിരുന്നെന്നാ. ക്രിസ്ത്യൻ മാനുവൽ ഡിഡാക്കെ. എല്ലായിടത്തും നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും. ഡിഡാക്കെ വാസ് എ ക്രിസ്ത്യൻ മാനുവൽ ഇൻ ഏർലി ക്രിസ്ത്യാനിറ്റി. ഇതിനകത്ത് ഒരു റെഫറൻസ് ഉണ്ട്, ആ റെഫറൻസ് ഇങ്ങനെയാണ്.
നിങ്ങൾ സ്നാനം കഴിപ്പിക്കാനായിട്ട് പോകുമ്പോൾ, ലിസൺ ടു മീ വെരി കെയർഫുള്ളി പ്ലീസ്, നിങ്ങൾ സ്നാനം കഴിപ്പിക്കാനായിട്ട് പോകുമ്പോൾ ആ സ്നാനക്കടവിലെ വെള്ളം കൊടും തണുപ്പാണെങ്കിൽ ആ വെള്ളം കോരി 3 വട്ടം തളിച്ച് സ്നാനപ്പെടുത്താം എന്നൊരു വാക്യം ഇതിനകത്തുണ്ട്. വെള്ളം കോരി 3 വട്ടം സ്പ്രിങ്കിൾ ചെയ്ത് ട്രയൂൺ ഗോഡിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്താം എന്നൊരു വാക്യമുണ്ട്. പക്ഷെ കണ്ടീഷൻ എന്നാന്നറിയാമോ? ഇറങ്ങാൻ പറ്റാത്ത വെള്ളമാണെങ്കിൽ എന്നൊരു ക്ലോസ് അവിടെ ഉണ്ട്. ഇനി അവിടെ നിൽക്കട്ടെ. എന്നിട്ട് സ്നാനപ്പെടുന്നയാൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? സ്നാനപ്പെട്ടതിന് ശേഷം 3 ദിവസം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്നാണ് അതിനകത്ത് എഴുതി വെച്ചേക്കുന്നത്. അങ്ങനെങ്കിൽ കൈക്കുഞ്ഞിന്റെ കാര്യമാണോ? നോ. ഡിഡാക്കയ്ക്കകത്തുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഇത് വായിച്ചിട്ടില്ലെന്നോർത്താണ് ഈ പറയുന്നത്. അതുകൊണ്ട് ആ ശിശു സ്നാനം ഇല്ല. ഇനിയും തളിക്കുന്ന കാര്യം വി ഹാവ് സോളിഡ് റെഫറൻസ്. ഈ ഡിഡാക്കയൊക്കെ 2-ാം നൂറ്റാണ്ടിലെ സഭകൾ ഈ ഇൻസ്പയർഡ് കാനോൻ സ്ക്രിപ്ചറായിട്ട് അംഗീകരിച്ച പുസ്തകമല്ല. അതുകൊണ്ട് ഡിഡാക്ക അവിടെ നിൽക്കട്ടെ. നമുക്ക് എഴുതിയ രേഖയ്ക്കകത്ത് ഇങ്ങനെ ഉണ്ട്. ഇനി ഡിഡാക്ക എടുത്തോണ്ട് വന്നാലും നമ്മുടെ നാട്ടിൽ ആപ്ലിക്കബിൾ അല്ല ആ വാക്യം. ക്ലിയർ ആയോ? പിന്നെ ബോംബെയിൽ എത്ര ഐസ് വാട്ടറാന്ന് കണ്ടില്ലേ അല്ലേ? അതെ, ഞാൻ മുന്നോട്ട് വരാം. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോളൂ, ഡിഡാക്കയ്ക്കകത്ത് പറഞ്ഞേക്കുന്ന 98% the author of Didache just quoting from Gospel of Matthew. 98%. 2% ഇന്റർ ടെസ്റ്റമെന്റിനകത്തെ 2 ബുക്കുണ്ട്. അതായത് അപ്പോക്രിഫൽ പുസ്തകത്തിനകത്തെ 2 ബുക്കിന്റെ കാര്യം പറയുന്നുണ്ട്. മലാക്കിക്കകത്തുനിന്ന് 2 വാക്യം കൂട്ടിയുന്നുണ്ട്. ഞാനത് വേണമെങ്കിൽ കൃത്യമായി അതെല്ലാം നോക്കി പറഞ്ഞ് നമ്മുടെ സമയം ഒത്തിരി പോകും. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചു കേട്ടെ, ഡിഡാക്കയ്ക്കകത്തെ പ്രധാന വിഷയം ഗോസ്പൽ ഓഫ് മാത്യുവിനെ പറ്റിയുള്ള കാര്യമാണ്. എന്നിട്ട് അതിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യം എന്നാണെന്നറിയാമോ? സിമ്പിൾ ആയിട്ട് ഡിഡാക്കയുടെ ഒറ്റ വാചകത്തിൽ ഗീവ് എ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഗീവ് ആൻ ആപ്ലിക്കേഷൻ ടു ദാറ്റ് ബുക്ക്. ഒറ്റ സെന്റൻസുകൾ, അല്ലെങ്കിൽ ആ പുസ്തകം നമ്മളോട് പറയുന്ന ഇമ്പോർട്ടന്റ് മെസ്സേജ്, ഒറ്റ സെന്റൻസ്: ഡു നോട്ട് abandon the commandments of the Lord. That is the theme of that book. Do not abandon the commandments of the Lord, but God what you have received. ഇതാണ് ഡിഡാക്കയ്ക്ക് അത് പറഞ്ഞിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ മത്തായി സുവിശേഷത്തിന്റെ അതിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു ക്രിസ്ത്യൻ ജേണലാണത്. ആ ജേണലിനകത്ത് പറഞ്ഞേക്കുക, ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുക. അങ്ങനെയെങ്കിൽ ഡിഡാക്കയുടെ റൈറ്റർക്കും അറിയായിരുന്നു ഗോസ്പൽ ഓഫ് മാത്യു ഈസ് അതോറിറ്റേറ്റീവ് വർക്ക്. ഓക്കെ ആണോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ? പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഒരു തിയോളജിയും പറഞ്ഞിട്ടുണ്ട്, വി കനോട്ട് പ്രൂവ് അവർ ഫെയ്ത്ത് വിത്ത് റീസൺ ബട്ട് അവർ ഫെയ്ത്ത് ഈസ് റീസണബിൾ എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ഇത് റീസണബിൾ അല്ലേ? ഓക്കെ, പ്രൈസ് ദി ലോർഡ്. അന്നേരം ഡിഡാക്കയെ നമ്മളങ്ങ് വിടുക. അന്നേരം ഡിഡാക്കയുടെ റൈറ്റർക്കും അറിയായിരുന്നു അപ്പോസ്റ്റൽസ് വെയർ അതോറിറ്റേറ്റീവ്. 4-ാം നൂറ്റാണ്ടിൽ ഞങ്ങളുടെ തിരുമേനി പറഞ്ഞപ്പോ അതോറിറ്റേറ്റീവ്. ഇത് ഞാൻ ആവർത്തിച്ച് പറയുന്നത് എന്നാന്നറിയാമോ? നമ്മുടെ മനസ്സിൽ കയറണം. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ 4-ാം നൂറ്റാണ്ടിലെ നിങ്ങളുടെ തിരുമേനി പറഞ്ഞപ്പോൾ അതോറിറ്റേറ്റീവ് ആയതല്ല. ഡിഡാക്കയുടെ ഓതർക്കൂലും അറിയായിരുന്നു they were authoritative. Those letters are authoritative letters. ഈ കൽപ്പന ഒരിക്കലും അബണ്ടൻ ചെയ്യാൻ പാടില്ല, ഇതിനോട് കൂട്ടരുത്, കുറയ്ക്കരുത് എന്ന് തന്നെ ഡിഡാക്ക പറഞ്ഞേക്കുന്നത്. ഇത് ഏത് വാക്യം കോട്ട് ചെയ്തേക്കുന്നതെന്ന് അറിയാമോ? ഡ്യൂട്രോണമി ചാപ്റ്റർ 4 വേഴ്സ് 2 സെയിം കോട്ടാണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഡിഡാക്ക വിടാം. അടുത്ത ഒരു പ്രധാന കാര്യം, 2nd സെഞ്ചുറി ജീവിച്ചിരുന്ന അടുത്ത ഒരാളുടെ ടെസ്റ്റിമോണി പറയാം.
ഇഗ്നേഷ്യസ് ഓഫ് ആന്റിയോക്ക്. ഇഗ്നേഷ്യസ് ഓഫ് ആന്റിയോക്ക് നമ്മൾ പഠിച്ച 3 കാര്യം: ക്ലെമന്റ് ഓഫ് റോം, ഡിഡാക്കെ, ഇഗ്നേഷ്യസ് ഓഫ് ആന്റിയോക്ക്. ഇഗ്നേഷ്യസ് ഓഫ് ആന്റിയോക്ക്. കഴിഞ്ഞ ദിവസം ഞാനും UK-യിലുള്ള പാസ്റ്റർ വർഗീസൂടെ ചെയ്ത ഒരു വീഡിയോ ഒരു അല്പം പ്രായമുള്ള ഒരു ആന്റി കണ്ടിട്ട് എന്നെ വിളിച്ചു. അവര് ഓർത്തഡോക്സുകാരായിരുന്നു, ഇപ്പൊ വിശ്വാസത്തിലാണ്. എന്നോട് പറഞ്ഞു, അതിനകത്ത് ഇഗ്നേഷ്യസ് എന്നൊക്കെ പറയുന്ന കേട്ട്. ഞാൻ ചോദിച്ചു, ആന്റി ഓർത്തഡോക്സിലൊക്കെ എല്ലാവരും അറിയത്തില്ല ആരാന്ന്? എന്റെ പൊന്നു മോനെ, എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ പഠിച്ച സ്കൂളിന്റെ പേര് ഇഗ്നേഷ്യസ് എന്നായിരുന്നു, ഞാൻ പോയ പള്ളിയുടെ പേര് ഇഗ്നേഷ്യസ് ആയിരുന്നു, പക്ഷെ ഇത് ആരാന്ന് അറിയാൻ മേലെന്ന് പറഞ്ഞു. ഇത്രേ ഉള്ളു പലരുടെയും അറിവെന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ അർത്ഥം. സത്യമാണത്. ഇഗ്നേഷ്യസ് ഓഫ് ആന്റിയോക്ക്. ഇഗ്നേഷ്യസ് ഓഫ് ആന്റിയോക്ക് അദ്ദേഹം 2nd സെഞ്ചുറിയിൽ ജീവിച്ചിരുന്ന വളരെ പോപ്പുലറായ അന്ത്യോക്യയിലെ ബിഷപ്പായിരുന്നു, പാസ്റ്റർ ആയിരുന്നു ഇഗ്നേഷ്യസ്. ഇവര് ഈ ചർച്ച് ഫാദേഴ്സ്, അപ്പോസ്തലിക് ഫാദേഴ്സിനെ പറ്റി പഠിക്കുമ്പോൾ ഇവരുടെ പഠിപ്പിക്കൽ തെറ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ. അതിനെ സഭ തിരുത്തിയിട്ടുണ്ട്. സഭ തിരുത്തുകയും അവരുടെ പഠിപ്പിക്കലിനെ തള്ളുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം തിരുവെഴുത്തിൽ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാണ് തള്ളിയത്. പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് സമയമില്ല. ഈ ഇഗ്നേഷ്യസ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഓർത്തഡോക്സ് ചർച്ച് പറയുന്നത് പീറ്റർ അന്ത്യോക്യയിൽ സഭ സ്ഥാപിച്ചു, പീറ്റർ ഇഗ്നേഷ്യസിനെ കൈവച്ചു എന്ന് പറഞ്ഞാണ് അവരുടെ സ്റ്റോറി പോകുന്നത്. പീറ്റർ ഇഗ്നേഷ്യസിനെ കൈവച്ചു. നമുക്കറിയാം അന്ത്യോക്യയിലെ സഭയും പീറ്ററുമായിട്ട് ഒരു ബന്ധവുമില്ല. അവിടെ സഭ സ്ഥാപിച്ചത് ചെതറിപ്പോയ ദൈവമക്കളാണെന്നറിയാം. പോൾ അവിടുത്തെ ബിലീവറാണെന്നറിയാം. അന്ത്യോക്യ പീറ്റർ ചെല്ലുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ സഭയുണ്ടെന്നറിയാം. അങ്ങനെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, അന്ത്യോക്യ സഭയുടെ യഥാർത്ഥ ചരിത്രം എന്ന് പറഞ്ഞൊരു വീഡിയോ നിങ്ങൾ എൻ്റെ പേര് തപ്പി യൂട്യൂബിൽ കിട്ടും. നിങ്ങൾ അത് കേട്ട് നോക്കണം. ഞാൻ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് 1, 2, 3 എന്ന് പറഞ്ഞ് അതിന്റെ തെളിവ് പറയുന്നുണ്ട്. ദയവായിട്ട് അത് കേൾക്കണം. നോക്കിക്കോളൂ. അങ്ങനെങ്കിൽ ഈ ഇഗ്നേഷ്യസ് ഓഫ് ആന്റിയോക്ക് അപ്പോസ്തലന്മാരെ പറ്റി പറഞ്ഞ വളരെ പ്രസക്തമായ ഒരു വാചകം. അതൊന്ന് നോട്ട് ചെയ്തോളൂ, ഒന്ന് എഴുതിയെടുത്തോളൂ. ഒറ്റ സെന്റൻസേ ഉള്ളൂ. I am not, ഇഗ്നേഷ്യസ് പറയുകയാണ്, I am not enjoining, ENJOINING, enjoining means commanding. I am not commanding you as Peter and Paul did. I am not enjoining you as Peter and Paul did. They were apostles. I am condemned. They were apostles. I am condemned. അതാണ് വാചകം. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം പീറ്ററിനെയും പോളിനെയും ഇഗ്നേഷ്യസ് എങ്ങനെയായിരുന്നു കണ്ടിരുന്നത് എന്ന് മനസ്സിലാക്കാം. I am not commanding you as Peter and Paul did. I am condemned. ഞാൻ അപരാധി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ തെറ്റുകാരൻ, ഞാൻ കുഴപ്പക്കാരൻ എന്നാണ് ഇഗ്നേഷ്യസ് ഓഫ് ആന്റിയോക്ക് പറഞ്ഞത്. ഇത് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ 10ാം ക്ലാസ്സിലെ സൺഡേ സ്കൂൾ പുസ്തകത്തിനകത്തൊന്നുമല്ല, ഇഗ്നേഷ്യസിന്റെ സെയിം ലെറ്ററിൽ നിന്നാണ്. ഇഗ്നേഷ്യസിന്റെ ഒരു 7 ലെറ്റേഴ്സ് ഉണ്ടായിരുന്നു, 7 ലെറ്റേഴ്സ് ഓഫ് ഇഗ്നേഷ്യസ്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞ ഒരു വാചകമാണത്. നമുക്ക് അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായല്ലോ. ഐ ആം നോട്ട് കമാൻഡിങ് ലൈക്ക് പീറ്റർ ആൻഡ് പോൾ. അതിന്റെ അർത്ഥം എന്നാ? ദേ വെയർ അപ്പോസ്റ്റൽസ്, ഐ ആം നോട്ട്. മറ്റൊരർത്ഥം ഐ ആം കണ്ടംഡ് എന്ന് പറഞ്ഞപ്പോ തന്നെ അറിയാം അപ്പോസ്തലന്മാരെ എത്ര ആധികാരികമായിട്ടാണ് 2ാം നൂറ്റാണ്ടിലെ ദൈവസഭ കണ്ടിരുന്നത്. അന്ത്യോക്യയിലെ ബിഷപ്പ് ഇങ്ങനെ പറഞ്ഞെങ്കിൽ അവിടെയുള്ള ദൈവമക്കൾ എങ്ങനെ പറയണം? ബിഷപ്പ് ഇങ്ങനെയാ പറഞ്ഞ പോളിനെ പറ്റിയും പീറ്ററിനെ പറ്റി. പിന്നെ അവിടുത്തെ ബിലീവേഴ്സ് എങ്ങനെ പറയണം? ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്ക് ഊഹിക്കാം. ഐ ആം നോട്ട് കമാൻഡിങ് ലൈക്ക് പീറ്റർ ആൻഡ് പോൾ, ഐ ആം കണ്ടംഡ്. അതിൽ നിന്ന് തന്നെ മനസ്സിലാകത്തില്ലേ പീറ്ററിന്റെ കൈവപ്പുണ്ടെന്ന് പറയുന്ന ഇഗ്നേഷ്യസ് നോട്ട് ഈക്വൽ വിത്ത് പീറ്റർ എന്ന് ഹി ഹിംസെൽഫ് ഈസ് ടെസ്റ്റിഫൈങ്. ഇതിക്കുള്ളൊക്കെ എങ്ങനെയാ നമ്മളൊരു കാര്യം പറയുന്നത്? ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ അല്പമെങ്കിലും വായനയോ തിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടോ ഉള്ളവരുണ്ടല്ലേ ഇത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഇപ്പം
നിങ്ങൾ ആരെങ്കിലും എഞ്ചിനീയറിങ്ങിന് നമ്മള് ഈ എഞ്ചിനീയറിങ്ങിനെ പറ്റി പഠിക്കാനായിട്ട് ഡ്രൈവിംഗ് സ്കൂളിലെ സാറിനോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. അത് ഭയങ്കര നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇഗ്നേഷ്യസ് പറഞ്ഞൊരു കാര്യം, അന്നേരം അവരുടെ ടെസ്റ്റിമോണിയിൽ ദേ വെയർ അതോറിറ്റേറ്റീവ്. ഇനി അദ്ദേഹം പറഞ്ഞ അപ്പോസ്റ്റൽസിനെ പറ്റി പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട വാചകം, അപ്പോസ്റ്റൽസ് ആർ ദ മൗത്ത് പീസ് ഓഫ് ക്രൈസ്റ്റ്. മൗത്ത് പീസ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ, മൗത്ത് പീസ് എന്ന് പറഞ്ഞാൽ എന്താ? മറ്റൊരാൾക്ക് വേണ്ടി സംസാരിക്കുന്നവൻ, മൗത്ത് പീസ്. അപ്പോസ്റ്റൽസ് ആർ ദ മൗത്ത് പീസ് ഓഫ് ക്രൈസ്റ്റ്. പ്രിയപ്പെട്ടവരെ, എത്ര ക്ലിയർ ആയിട്ടാണ് ഇഗ്നേഷ്യസ് പറഞ്ഞേക്കുന്നത്. ഞാൻ അവരെ പോലെ ഈക്വൽ അല്ല, അവരുടെ റൈറ്റിംഗ്സും എന്റെ റൈറ്റിംഗ്സും ഈക്വൽ അല്ല. ഞാൻ കണ്ടംഡ് ആണ്. ദേ വെയർ ദ മൗത്ത് പീസ് ഓഫ് ക്രൈസ്റ്റ്, ഐ ആം നോട്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ വേദഭാഗമൊക്കെ പഠിച്ചപ്പോൾ ഓർക്കുമായിരുന്നു, ഈ 16-ാം നൂറ്റാണ്ടിൽ ഈ മാർട്ടിൻ ലൂതറൊക്കെ എന്തൊരു ഭീകരന്മാരായിരുന്നു അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. ആ ജോൺ ഗാൾവിനും മാർട്ടിൻ ലൂതറും ഒക്കെ എഴുന്നേറ്റതെന്ന് പറഞ്ഞില്ലേ, ഗോ ബാക്ക് ടു സ്ക്രിപ്ചർ. വിറ്റംബർഗിലെ പള്ളിയുടെ പുറത്ത് ഒട്ടിച്ചു വെച്ചു 95 പോയിന്റ് ഉള്ള ഒരു തിസീസ്. ഒന്നാമത്തെ വാചകം മാനസാന്തരപ്പെടണമെന്നായിരുന്നു. ഏത് അച്ഛനോട് പറഞ്ഞ കാര്യ. എന്നാ സ്ട്രോങ് ആയിരുന്നു അവരൊക്കെ, എത്രമാത്രം അറിവുണ്ടായിരുന്നു അവർക്കൊക്കെ. അതിന് ദൈവം അന്ന് അവരെ എഴുന്നേൽപ്പിച്ചുകൊണ്ടല്ലേ കൃപയാൽ നമുക്കും ഇതിനകത്താകാനായിട്ട് ദൈവം ഭാഗ്യം നൽകിയത്. അല്ലെ നമ്മളൊക്കെ ഇന്ന് എവിടെ ആയനെ? ഇഗ്നേഷ്യസിന്റെ ടെസ്റ്റിമണി നമ്മൾ മറക്കരുത്. അദ്ദേഹം ഇനി ഇഗ്നേഷ്യസ് പറയുന്ന ഒരു വാചകമുണ്ട്, ഒത്തിരി കാര്യം ഇഗ്നേഷ്യസ് പറയുന്നുണ്ട്. ഞാൻ 2 എണ്ണോട് ഒന്ന് പറയാം. ഇഗ്നേഷ്യസ് പറയുന്നുണ്ട്, അപ്പോസ്തലന്മാരെ പറ്റി പറയുന്നൊരു വാചകമാണ്. ഒരു പ്രത്യേക വാചകം അദ്ദേഹം എപ്പോഴും പറയുന്നുണ്ട്. ഇഗ്നേഷ്യസ് പറഞ്ഞൊരു വാചകമാണ് അപ്പോസ്തലന്മാരെ പറ്റി. ഹി റെഫേഴ്സ് ന്യൂമറസ് ടൈംസ് ടു ദ ഡിക്രീസ് ആൻഡ് ഓർഡിനൻസസ് ഓഫ് ദി അപ്പോസ്റ്റൽസ്. പ്ലൂറൽ കണ്ടോ? അപ്പോസ്റ്റൽ അല്ല, അപ്പോസ്റ്റൽസ്. അപ്പോസ്റ്റൽസിന്റെ എഴുത്തിനെ പറ്റി എപ്പോഴും ഇഗ്നേഷ്യസ് പറഞ്ഞുകൊണ്ടിരുന്നത് ഡിക്രീസ് ആൻഡ് ഓർഡിനൻസസ് ഓഫ് അപ്പോസ്റ്റൽസ്. അതിൽ നിന്ന് തന്നെ ആ ഡിക്രീസ് ആൻഡ് ഓർഡിനൻസസ് എന്നുള്ളത് വളരെ റൂട്ടഡ് ലാംഗ്വേജ് ഇൻ ദ ഓൾഡ് ടെസ്റ്റ്മെന്റ്. ഡിക്രീസ് ആൻഡ് ഓർഡിനൻസസ്, സെയിം അധികാരമാണ് അപ്പോസ്തലന്മാർക്ക് ഉണ്ടായിരുന്നത് എന്നാണ് ഇഗ്നേഷ്യസ് പറയുന്നത്. സെയിം അധികാരം. ഐ ആം കണ്ടംഡ്, അതെപ്പോഴും ചേർത്തോണം. ഐ ആം കണ്ടംഡ്. ഐ ആം നോട്ട് എൻജോയിനിങ് യു ആസ് പീറ്റർ ആൻഡ് പോൾ ഡിഡ്. ഐ ആം കണ്ടംഡ്. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത്, ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. തന്റെ എഫെസോസിലുള്ള ദൈവമക്കൾക്ക് താനൊരു ലേഖനം എഴുതിയപ്പോൾ അദ്ദേഹം പറയുന്നതിനകത്ത്, പോൾ who was sanctified, who gained a good report, who was right blessed, in whose footsteps may I be found when I shall attain to God, who in every epistle makes mention of you in Christ Jesus. ഇഗ്നേഷ്യസിന്റെ വളരെ പ്രസക്തമായ ഒരു വാചകമാണ്. അതിനകത്ത് ഒരു കാര്യം മാത്രം ഞാൻ എടുക്കാം. ഇഗ്നേഷ്യസ് തന്നെ പറയുകയാണ്, ഞാൻ കർത്താവിന്റെ അടുക്കലേക്ക് പോകുന്നത് പോളിന്റെ ഫുട്സ്റ്റെപ്പ് വഴിയാണെന്ന്. ഓർത്തഡോക്സ് പറയുന്നത് പീറ്ററിന്റെ ഫുട്സ്റ്റെപ്പ് വഴിയാന്ന് പറയുന്നത്. ഇപ്പം നാട്ടുകാർ പറയുന്നത് വിശ്വസിക്കണോ അതോ പോയ പുള്ളി പറഞ്ഞത് വിശ്വസിക്കണോ? നിങ്ങൾ പറഞ്ഞു. സിമ്പിൾ കാര്യല്ലേ. പണ്ടാരാണ്ട് പറഞ്ഞാല് കഥയിൽ ചോദ്യമില്ല അല്ലെ? കഥയിൽ ചോദ്യമില്ല. കഥയിൽ ചോദ്യം ചോദിക്കാൻ പറ്റുമല്ലോ. നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെങ്കിൽ ഇഗ്നേഷ്യസ്, ക്ലെമന്റ് ഓഫ് റോം. പെന്തക്കോസ്തുകാരായ നമ്മളൊരു 3-4 പേര് പഠിച്ചില്ല, നമുക്ക് യൂസ്ഡ് അധികമല്ലാത്ത. ക്ലെമന്റ് ഓഫ് റോം, ഡിഡാക്കെ, ഇഗ്നേഷ്യസ് ഓഫ് ആന്റിയോക്ക്, ഇവരെല്ലാം 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അപ്പോസ്തലന്മാരെ പറ്റി പറയുകയാണ്. ദേ വെയർ ബ്ലെസ്ഡ് അപ്പോസ്റ്റൽസ്. അവര് കർത്താവിന്റെ പിന്നാലെ പോയ സെയിം ഫുട് സ്റ്റെപ്പ് ഞാനും പിന്തുടരുകയാണ്. ദേ വെയർ ദ മൗത്ത് പീസ്. ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇനിയും അടുത്തൊരു പ്രധാനപ്പെട്ട ക്യാരക്ടർ, 2-3 പേരുടെയും പറയാം, ഒന്ന് ഓർത്തിരിക്കാനായിട്ട് നോക്കുക. പോളിക്കാർ, സ്മുർണയിലെ ബിഷപ്പ് ഓഫ് സ്മുർന, SMYRNA, സ്മുർന.
110 AD അവരുടെയൊക്കെ കാലഘട്ടം കേട്ടോ. ഇഗ്നേഷ്യസും ഒക്കെ 110 ആ കാലഘട്ടത്തിലാണ്. ഡിഡാക്കെ ലേറ്റ് ഫസ്റ്റ് സെഞ്ചുറിയാണ്. പോളികാർപ്പ് അപ്പോസ്തലന്മാരെ പറ്റി പറഞ്ഞിരിക്കുന്ന, നമുക്ക് എല്ലാം വായിക്കാനും പറയാനായിട്ട് സമയമില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം മാത്രം പറയാം. അദ്ദേഹം എഫീഷ്യൻസ് 4:26 കോട്ട് ചെയ്ത് ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ട്. എഫീഷ്യൻസ് 4:26. somebody can please read that verse, Ephesians 4:26. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പോളികാർപ്പ് എന്ന് പറയുന്ന ദൈവദാസൻ ആ വാക്യം കോട്ട് ചെയ്ത് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ആ വാക്യം നോക്കിയേ, എഫീഷ്യൻസ് 4:26. ഓ, കേട്ട വാക്യം. കോപിച്ചാൽ പാപം ചെയ്യരുത്, സൂര്യൻ അസ്തമിക്കോളം കോപം വെച്ചുകൊണ്ടിരിക്കരുത്. എഫെസ്യ ലേഖനത്തിൽ നിന്ന് അദ്ദേഹം കൂട്ടിയതേക്കാണ് വാക്യം. എന്നിട്ട് എങ്ങനെ പറഞ്ഞേക്കെന്ന് അറിയാമോ? ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ദ സ്ക്രിപ്ചർ. ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ദ സ്ക്രിപ്ചർ. ഇതിൽ കൂടുതൽ എന്ത് അതോറിറ്റിയാണ് എഫെസ്യ ലേഖനത്തിന് വേണ്ടത്? ഇടയ്ക്കിടയ്ക്ക് ഓർത്ത് നോക്കിയ, തിരുമേനി പറഞ്ഞപ്പോൾ ആയതാണോ സ്ക്രിപ്ചർ? അല്ലല്ലോ. 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സ്മുർണയിലെ ബിഷപ്പായിരുന്ന പോളികാർപ്പ് പറയാ, ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ദ സ്ക്രിപ്ചർ. ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ദ സ്ക്രിപ്ചർ. പോളികാർപ്പിന്റെ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അപ്പോസ്തലന്മാരെ പറ്റി. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ പഴയ നിയമ പ്രവാചകന്മാരും പുതിയ നിയമ അപ്പോസ്തലന്മാരും they are equally authoritative എന്ന് പറഞ്ഞാൽ, യെശയ്യാവ് ദൂത് പറഞ്ഞതുപോലെ തന്നെയാണ് പുതിയ നിയമത്തിലെ എഴുത്തുകാർ സഭയ്ക്ക് ലേഖനം എഴുതിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനിയും പോളികാർപ്പ് കോട്ട് ചെയ്തിരിക്കുന്ന മറ്റൊരു വാക്യമുണ്ട്. മാത്യു 7:1, മാത്യു 26:41, മാർക്ക് 14:38, ലൂക്ക് 6:38. ഈ വാക്യങ്ങളെല്ലാം പോളികാർപ്പ് കോട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന സിമ്പിൾ കാര്യം തന്നെ, ഈ പുസ്തകങ്ങളെല്ലാം ആ ദൈവദാസന്മാർ സ്ക്രിപ്ചറായിട്ട് അംഗീകരിക്കുകയും അപ്പോസ്തലന്മാർ അതോറിറ്റേറ്റീവ് ആണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു എന്നതാണ് ഞാൻ ഈ പറയുന്നതിന്റെ സാരം. ഇനി എന്നെ നോക്കിക്കേ, ഒരുവിധമൊക്കെ കിട്ടുന്നുണ്ടോ? ഒരുവിധമൊക്കെ. ഇത് കേൾക്കുമ്പോ ഒരു പ്രൈസ് ലോർഡ് പറയാനുള്ളതൊന്നും ഇല്ലേലും മനസ്സിലൊന്ന് പറഞ്ഞേ പ്രൈസ് ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇവരെയൊക്കെ ഒന്ന് ഓർക്കണം. 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധന്മാര് പറഞ്ഞ ഓരോ വാചകങ്ങളാണ് കേട്ടോ, ഓരോ വാചകങ്ങളാണ് ഇതെല്ലാം. പോളികാർപ്പും ഇഗ്നേഷ്യസും ക്ലെമന്റ് ഓഫ് റോമും ഡിഡാക്കയും ഒക്കെ വി ഹാവ് ഹിസ്റ്റോറിക്കൽ എവിഡൻസസ് ദേ വെർ അതോറിറ്റേറ്റീവ് എന്നതിന്. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു പേര് ഞാൻ ഇന്നലെ ഒന്ന് പറഞ്ഞായിരുന്നു, പാപ്പിയാസ് ഓഫ് ഹിറാപ്പൊലീസ്. പാപ്പിയാസ്, മറക്കരുത് ആ ദേവദാസനെ, പാപ്പിയാസ് ഓഫ് ഹിറാപ്പൊലീസ്. പാപ്പിയാസിനെ പറ്റി പറഞ്ഞിരിക്കുന്ന AD 125 ആ കാലഘട്ടത്തിൽ ജീവിച്ച കേട്ടോ പാപ്പിയാസ്. അദ്ദേഹത്തെ പറ്റി ഈസൂബിയസ് എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിയന്റെ പേര് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഈസൂബിയസ് 3rd and 4th സെഞ്ചുറിയിൽ ജീവിച്ചിരുന്ന ദേവദാസൻ ഈസൂബിയസ്. അദ്ദേഹത്തിന്റെ പല വോളിയംസ് ഉള്ള ഹിസ്റ്റോറിക്കൽ ബുക്കുണ്ട്, അതിനകത്ത് പാപ്പിയാസിനെ പറ്റി വളരെ മനോഹരമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പാപ്പിയാസിനെ പറ്റി അതിനകത്ത് പാപ്പിയാസിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, പാപ്പിയാസിനെ പറ്റി പറഞ്ഞേക്കാണ്, ജോൺ ദ അപ്പോസ്റ്റൽസിന്റെ പ്രസംഗം നേരിട്ട് കേട്ടയാളാണ് പാപ്പിയാസ് എന്നാ പറയുന്നത്. യോഹന്നാൻ പ്രസംഗിക്കുന്നത്, എന്നിട്ട് അത് കോട്ട് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്, എൽഡർ എന്നാണ് ജോൺ ദി അപ്പോസ്റ്റലിനെ വിളിച്ചത്. എൽഡറിന്റെ പ്രസംഗം പാപ്പിയാസ് നേരിട്ട് കേട്ടിരുന്നു. എന്നിട്ട്
ഈ എൽഡറായ ജോൺ, മൂപ്പനായ ജോൺ എപ്പോഴും പറയുമായിരുന്നു എന്ന് പറഞ്ഞിട്ട്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, എപ്പോഴും പറയുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ പാപ്പിയാസ് ഒരു കാര്യം പറയുമായിരുന്നു. മാർക്ക് ബിക്കം പീറ്റേഴ്സ് ഇന്റർപ്രട്ടർ and wrote accurately all that he remembered. പാപ്പിയാസ് പറഞ്ഞ കാര്യ, പീറ്ററിന്റെ ഇന്റർപ്രട്ടർ ആയിരുന്നു മാർക്ക്. പീറ്ററിന്റെ മെമ്മറിയാണ് മാർക്ക് സുവിശേഷമായിട്ട് എഴുതിയത്. വേറൊരിടത്ത് ഞാൻ വായിച്ചത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ന്യൂ ടെസ്റ്റ്മെന്റ് ഗ്രീക്കിലാണ് എഴുതിയത്. മാത്യു ഗ്രീക്കിലാണ് എഴുതിയത്, മാർക്ക് ഗ്രീക്കിലാണ് എഴുതിയത്. ഓൾ ദ ബുക്സ് ഇൻ ദ ന്യൂ ടെസ്റ്റ്മെന്റ് റിട്ടൺ ഇൻ ഗ്രീക്ക് ലാംഗ്വേജ്, എല്ലാ പുസ്തകവും. ചില ആളുകൾ പറയും, അയ്യോ അതിന് പീറ്ററിന് ഗ്രീക്ക് നല്ലപോലെ അറിയാൻ മേലായിരുന്നല്ലോ, അപ്പോഴാണ് നമുക്ക് എവിഡൻസ് വേണ്ടത്. ആ എവിഡൻസ് എങ്ങനെയാണ്? മാർക്ക് പീറ്ററിന്റെ ഇന്റർപ്രട്ടർ ആയിരുന്നു. പീറ്ററിന്റെ മെമ്മറി ഹാൻഡ് ഡൗൺ ചെയ്തതാണ് ഗോസ്പൽ ഓഫ് മാർക്ക്. ഇത് ആര് പറഞ്ഞതാ? പാപ്പിയാസ്. അങ്ങനെങ്കിൽ 20th സെഞ്ചുറി ജീവിച്ചിരുന്ന ഒരു ക്രിട്ടിക്കിന്റെ വേർഡിനാണോ പ്രാധാന്യത? സെക്കൻഡ് സെഞ്ചുറിയിൽ നേരിട്ട് കണ്ട പാപ്പിയാസിനാണോ ഹിസ്റ്ററി പ്രാധാന്യത കൊടുക്കുന്നത്? പാപ്പിയാസ് ഓഫ് ഹിറാപ്പോലിസ്. ക്ലിയർ? അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. Actually, all that he remembered, Matthew collected the oracles in the Hebrew language and each interpreted them as best he could. മത്തായിയും തന്റെ സുവിശേഷം കളക്ട് ചെയ്ത് എബ്രായ ഭാഷയിലാണ്. ഗ്രീക്ക് ഭാഷയിലേക്ക് എഴുതാൻ സഹായിച്ചത് ആരാണ്? മാർക്കാണെന്നാണ് പാപ്പിയാസ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവര്, അവരെയൊക്കെ നേരിട്ടറിയാവുന്ന, അവരുടെ എഴുത്തിനെയൊക്കെ നേരിട്ടറിയാവുന്ന, യോഹന്നാനിൽ നിന്നും നേരിട്ട് കേട്ട പാപ്പിയാസിന്റെ ടെസ്റ്റിമണി നമുക്കുണ്ട്. അവരൊക്കെ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ദൈവദാസന്മാരായിരുന്നു, ബ്ലെസ്സഡ് അപ്പോസ്റ്റൽസ് ആയിരുന്നു. അവർക്ക് പകരം വെക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെയെങ്കിൽ 2-ാം നൂറ്റാണ്ടിലെ ദൈവദാസന്മാർക്ക് വളരെ ബോധ്യം ഉണ്ടായിരുന്നു. 1-ാം നൂറ്റാണ്ടിൽ അവർക്ക് കൈമാറി നൽകിയ എഴുത്തുകൾ, തിരുവെഴുത്തുകൾ ദൈവശ്വാസീയമായ തിരുവെഴുത്താണെന്നുള്ള കാര്യം. സ്തോത്രം. ഇനിയും അങ്ങനെ ഇനി ഒത്തിരി പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. ഒരെണ്ണോടെ പറയാം. അത് ലെറ്റർ ഓഫ് ബർണബാസ് എന്ന് പറയുന്ന ഒരു ഓർത്തഡോക്സ് ലെറ്റർ ഉണ്ടായിരുന്നു. ഈ ഓർത്തഡോക്സ് എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ ഈ ഓർത്തഡോക്സ് സഭയുടെ കാര്യം, ഇപ്പോഴത്തെ സഭയുടെ കാര്യം ചിന്തിക്കരുത്. ഓർത്തഡോക്സ് മീൻസ് റൈറ്റ് ആൻഡ് കറക്റ്റ് ടീച്ചിങ്, അല്ലെങ്കിൽ ഓർത്തഡോക്സി, റൈറ്റ് ആൻഡ് കറക്റ്റ് ടീച്ചിങ് എന്നാണ് ഞാൻ ഓർത്തഡോക്സ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ലാതെ പേര് ഓർത്തഡോക്സും പഠിപ്പീര് തെറ്റുവാണെങ്കിൽ വി കനോട്ട് കോൾ ദം ആസ് ഓർത്തഡോക്സ്. ഞാനൊരു സ്റ്റോറി പറയാം. നടന്നൊരു കഥ പറയാം. അത് മലയാളം നന്നായിട്ട് മനസ്സിലാകുന്നവർക്കേ കിട്ടുള്ളൂ. എങ്കിൽ ലെറ്റ് മീ ട്രൈ ടു ഗീവ് ലിറ്റിൽ മോർ എക്സ്പ്ലനേഷൻ. ശ്രദ്ധിച്ചോളൂ. കോട്ടയം സെൻട്രൽ ജയിലിൽ നിന്ന് ഒരാൾ ഒരു ലെറ്റർ എഴുതി. ഒരു സുവിശേഷകനാണ് ലെറ്റർ എഴുതിയത്. സെൻട്രൽ ജയിലിലെ വിഷയങ്ങളും അവിടുത്തെ പ്രാർത്ഥനയെ പറ്റിയൊക്കെയാണ്. ജയിൽ മിനിസ്ട്രി നടത്തുന്ന ഒരാൾക്ക് ലെറ്റർ എഴുതി. കോട്ടയം സെൻട്രൽ ജയിലിൽ നിന്നാണ് ലെറ്റർ വന്നത്. ലെറ്ററിന്റെ അഡ്രസ് ഫ്രം സുശീലൻ എന്നാണ് പേര് വെച്ചേക്കുന്നത്. സുശീലൻ എന്ന മലയാളം വേർഡിന്റെ അർത്ഥം നല്ല ക്യാരക്ടർ ഉള്ളവൻ എന്നാണ്. നല്ല ക്യാരക്ടർ. പേര് പോലെ തന്നെ നല്ല ക്യാരക്ടർ ഉള്ള ആളായിരുന്നെങ്കിൽ ജയിലിൽ പോകേണ്ടി വരുമായിരുന്നോ? ഇല്ല. ഞാൻ പറഞ്ഞൊരു ഉദാഹരണം പിടികിട്ടിയോ? പേര് ഓർത്തഡോക്സ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഓർത്തഡോക്സ് തന്നെ പഠിപ്പിക്കണം. ക്ലിയർ? അത്രയൊക്കെ നമുക്ക് ഇപ്പൊ പറഞ്ഞാൽ മതി. ഈ വീഡിയോ ഒക്കെ എവിടെയെങ്കിലും കണ്ടിട്ട് ഇവരെല്ലാവരും വന്ന് എന്നെ ചീത്ത വിളിക്കുന്ന ആരും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെങ്കിൽ ഈ ബർണബാസ്, ഇത് യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ബർണബാസ് ആണെന്ന് ആരും പറയുന്നില്ല. ഒരു സെക്കൻഡ് സെഞ്ചുറിയിലെ ഒരു ബർണബാസ്. അദ്ദേഹം തന്റെ ലെറ്ററിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു വാക്യം കോട്ട് ചെയ്തിട്ട്, മാത്യു 22:14
കോട്ട് ചെയ്തിട്ട് ഇറ്റ് ഈസ് റിട്ടൺ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇറ്റ് ഈസ് റിട്ടൺ. ഈ ഇറ്റ് ഈസ് റിട്ടൺ എന്നുള്ളത് ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ, ഓൾഡ് ടെസ്റ്റ്മെന്റിലെ സ്ക്രിപ്ചറിന് പറയുന്ന ഒരു പ്രയോഗമാണ് ഇറ്റ് ഈസ് റിട്ടൺ. മാത്യു 22:14 കോട്ട് ചെയ്തിട്ടുണ്ട് ബർണബാസ്. 2nd സെഞ്ചുറിയിലെ ഡോക്യുമെന്റ് ആണ്. ആ മാത്യു 22:14 ബർണബാസിന്റെ ലെറ്ററിൽ കോട്ട് ചെയ്തേക്കുന്നത്. ബർണബാസിന്റെ എപ്പിസോഡ് ഓഫ് ബർണബാസ് ചാപ്റ്റർ 4:14 മാത്യു 22:14 കോട്ട് ചെയ്തേക്കുന്നത്. എന്നിട്ട് എഴുതിയേക്കാണ് ഇറ്റ് ഈസ് റിട്ടൺ. ഇറ്റ് ഈസ് റിട്ടൺ. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. We have internal evidences and also we have external evidences. Others were quite sure about their authority. അതിനകത്തൊരു സംശയം ഉണ്ടായിരുന്നില്ല. നമുക്ക് ബിബ്ലിക്കൽ റീസണും ഉണ്ട്, ഹിസ്റ്റോറിക്കൽ റീസണും ഉണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് പറയാം, ഇത്രയും കാര്യം ഓർത്തിരുന്നാൽ തന്നെ നമുക്ക് നമ്മുടെ വിശ്വാസത്തിന്റെ ആധികാരികത ഒരാളോട് പറയാൻ കഴിയും. രണ്ട് കാര്യം നമ്മൾ ഏകദേശമൊക്കെ ഒന്ന് മനസ്സിലാക്കി. നമുക്ക് മൂന്നാമത്തെ പോയിന്റിലേക്ക് പോകാം. തേർഡ് മിസ്കൺസെപ്ഷൻ. മൂന്നാമത്തെ മിസ്കൺസെപ്ഷൻ ഇതാണ്. ഏർലി ക്രിസ്ത്യൻസ് ഒരു മിനിറ്റ് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ വേണോ പറഞ്ഞതിനകത്ത്? ഡു യു വാണ്ട് എനി എക്സ്പ്ലനേഷൻ വാട്ട് വി ഡിസ്കസ്ഡ്? ഐ ഹോപ്പ് നമുക്ക് ക്ലിയർ ആണോ ഒരുവിധമൊക്കെ? ഞാൻ ഒത്തിരി കാര്യമൊന്നും പറഞ്ഞില്ല, വളരെ ഔട്ട്ലൈൻ മാത്രമേ പറഞ്ഞുള്ളൂ. അങ്ങനെയെങ്കിൽ ലെറ്റ്സ് ഗോ ടു ദ തേർഡ് പോയിന്റ്. ഏർലി ക്രിസ്ത്യൻസ്, മിസ്കൺസെപ്ഷൻ ആണ് കേട്ടോ. Early Christians disagreed widely over the books which made it into the canon. Early Christians disagreed widely over the books which made it into the canon. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മലയാളത്തിൽ പറഞ്ഞാൽ 2-3 നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ ഏതൊക്കെ പുസ്തകമാണ് കാനോനിൽ വരേണ്ടത് എന്നതിനെ പറ്റി വളരെ ഡിസഗ്രിമെന്റ് ആയിരുന്നു, വളരെ തർക്കമായിരുന്നു. ഇത് ഓർത്തഡോക്സ് കത്തോലിക്ക സഹോദരന്മാരുടെ ഒരു ഭയങ്കര കഥയാണ്. ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞ കഥ ഓർക്കുന്നുണ്ടോ? AD 367, AD 367 ഞങ്ങളുടെ അഥാനാസിയോസ് തിരുമേനി, സെന്റ് അഥനേഷ്യസ്, അതോടെ ഞാൻ എൻ്റെ ക്ലാസ്സുകളെ പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങൾ പറയരുത്, കാരണം ഈ മേഖല ആയതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ, ഒന്നും വിചാരിക്കരുത് പ്ലീസ്. 2 ആഴ്ച മുമ്പ് ഹാർവസ്റ്റ് ടിവിക്കകത്ത് എൻ്റെ ഒരു ബൈബിൾ സ്റ്റഡിക്കകത്ത് ഞാൻ അഥനേഷ്യസ് കോൺട്രാമുണ്ടം എന്നൊരു ലാറ്റിൻ വേർഡിന്റെ ഹെഡിങ്ങിൽ ഞാനൊരു ബൈബിൾ സ്റ്റഡി നടത്തിയായിരുന്നു. കോൺട്രാമുണ്ടോ എന്ന് പറഞ്ഞാൽ എഗെയിൻസ്റ്റ് ദ വേൾഡ്, അതാണ് ആ വാക്കിന്റെ അർത്ഥം. അഥനേഷ്യസിനെ പറ്റി ഒരു ഔട്ട്ലൈൻ കിട്ടാൻ ഫേസ്ബുക്കിനകത്ത് എൻ്റെ പ്രൊഫൈലിൽ പോയാൽ ഒരു 5-6 വീഡിയോ ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടും. അഥനേഷ്യസ് കോൺട്രാമുണ്ടം എന്ന് എഴുതിയേക്കുന്ന ഒരു വീഡിയോ. അതിനകത്ത് ഞാൻ ഈ അഥനേഷ്യസിനെ പറ്റി ഒരല്പം കാര്യം പറയുന്നുണ്ട്. നമുക്കൊരു ഐഡിയ കിട്ടും. ജസ്റ്റ് 27 മിനിറ്റ്സേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്ന കഥ AD 367 ഞങ്ങളുടെ തിരുമേനി എല്ലായിടത്തോട്ടും ലെറ്റർ അയച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ പക്കലുള്ള പുസ്തകങ്ങളെല്ലാം ഹാജരാക്കണം. കൊണ്ടുവന്നപ്പം ഒരാൾ പറഞ്ഞ് 500 പുസ്തകം ഉണ്ടായിരുന്നു, വേറൊരാൾ പറഞ്ഞ് 1000 പുസ്തകം ഉണ്ടായിരുന്നു. എന്നോട് ഈ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു 5000 പുസ്തകം ഉണ്ടായിരുന്നു. 5000. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 5000 പുസ്തകം കൊണ്ടു നടക്കണമെങ്കിൽ എത്ര ചുമട്ടുകാർ വേണം? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഇത് പാപ്പിറായി എന്ന് പറയുന്ന ആ ഇലയിലോ തോലയിലോ ഒക്കെ എഴുതിയ സാധനമാണ്, അല്ലാതെ ഇങ്ങനെ ഒരു പുസ്തകം കൊണ്ടുനടക്കാൻ പറ്റിയല്ല. പട്ടൊരാൾ പറഞ്ഞ പോലെ മത്തായി സുവിശേഷം കൊണ്ടുവരണമെങ്കിൽ തന്നെ 4 ചുമട്ടുകാർ വേണമായിരുന്നു ഒരാൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത്ര ഉണ്ട് ഇത് കൊണ്ടുവരാനായിട്ട്. ഇത് എടുത്തോണ്ട് വരണ്ടയോ?
എന്നിട്ട് ഞങ്ങളുടെ തിരുമേനി ലെറ്റർ അയച്ചിട്ട് പ്രസ്പിറ്ററി വിളിച്ചു കൂട്ടി. മത്തായി സുവിശേഷം വേണ്ടവർക്കെല്ലാം കൈവൊക്കാം. ഭൂരിപക്ഷം കൈവൊക്കി. മത്തായി അംഗീകരിച്ചു. എങ്ങനെയുണ്ട് കഥ? വെളിപ്പാട് പുസ്തകം ആർക്കും വേണ്ടായിരുന്നു 4-ാം നൂറ്റാണ്ട് വരെ. ഞാൻ വെളിപ്പാട് പുസ്തകം എടുക്കാം. 4-ാം നൂറ്റാണ്ട് വരെ ആർക്കും വേണ്ടായിരുന്നു. ഞങ്ങളുടെ തിരുമേനി പറഞ്ഞ് വെളിപ്പാട് പുസ്തകം വേണം. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം ഇരിക്കട്ടെ, പക്ഷെ ഡോൺ ബേസ് യുവർ തിയോളജി അപ്പോൺ ബുക്ക് ഓഫ് റെവലേഷൻ. അതും തിരുമേനി പറഞ്ഞതെന്നാണ് പറയുന്നത്. പക്ഷെ ഞാനത് വായിച്ചിട്ടില്ലെങ്ങും. എവിടെയാ തിരുമേനി അത് പറഞ്ഞതെന്ന് എനിക്ക് അറിയാനും പാടില്ല. ഇതെല്ലാം കഥയാണ്. ഞാൻ താമസിക്കുന്ന ഈ രാജ്യത്തെ ഞാൻ വളരെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു അപ്പോളജിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിന്റെ പേര് ജെയിംസ് വൈറ്റ് എന്നാണ്. നല്ലൊരു അപ്പോളജിസ്റ്റ് ആണ് ജെയിംസ് വൈറ്റ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതെല്ലാം ഫിക്ഷൻ ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കാണ്, ഇതെല്ലാം വെറും ഫിക്ഷനാണ്, കെട്ടുകഥയാണെന്നാണ് അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക്. അദ്ദേഹത്തിന്റെ ഒരു പ്രയോഗമാണ്. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ ഏർലി ക്രിസ്ത്യാനിറ്റിയിലെ ഡിസഗ്രിമെന്റ് നമുക്കൊന്ന് നോക്കാം. കഥ കേട്ടല്ലോ, അയ്യോ 1500 പുസ്തകത്തിനകത്ത് 27 പുസ്തകം സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തൊരു ശ്രമകരമാണ്. ആ ശ്രമകരം ഏറ്റവും ഒടുവിൽ 27 പുസ്തകം സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിട്ട് ഞങ്ങളുടെ തിരുമേനി പറഞ്ഞു, ഇപ്പോഴും ഞങ്ങളുടെ കാനോൻ കംപ്ലീറ്റ് അല്ല, നഷ്ടപ്പെട്ടു പോയ കുറച്ച് പുസ്തകമൊക്കെ ഇനി അറേബ്യ മരുഭൂമിയിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അതുകൂടെ ഞങ്ങൾ ചേർത്ത് വെക്കും. ഞാൻ ഒരാളോട് ചോദിച്ചു, അതുകൂടെ ചേർത്ത് വെച്ചാൽ കംപ്ലീറ്റ് ആവുമോ? അന്നേരവും കംപ്ലീറ്റ് ആവുകയില്ല. കാര്യം ഈ കാണിക്കുന്ന വചനവിരുദ്ധതയ്ക്കല്ല എവിടുന്ന് റെഫറൻസ് കൊണ്ടുവരും? അന്നേരം ഒരിക്കലും അവരുടെ കാനം കംപ്ലീറ്റ് ആവുകയില്ല, കംപ്ലീറ്റ് ആക്കാൻ പറ്റുകയില്ല. പിന്നെ ഇതെല്ലാം എങ്ങനെ? അത് തെസലോനിക്കയിൽ പൗലോസ് എന്നപ്പോ പറഞ്ഞ കാര്യങ്ങളാണ് ഞങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യോഹന്നാൻ പറഞ്ഞായിരുന്നല്ലോ, ശേഷം കാര്യങ്ങൾ ഞാൻ വന്നതിന് ശേഷം ക്രമീകരിക്കുക. അന്നേരം വന്നതിന് ശേഷം ക്രമീകരിച്ചതാണ് ഈ മറിയെ ആരാധിക്കുന്നതും പിന്നെ എന്താ പറയുക, ഈ വിശുദ്ധന്മാരുടെ തിരുശേഷി അവശേഷിപ്പും പർഗേറ്ററി ഒക്കെ അവിടെ വന്ന് പറഞ്ഞാണ്. അതൊക്കെ സഭയുടെ എഴുതപ്പെടാത്ത പാരമ്പര്യമാണ്. എങ്ങനെയുണ്ട് കഥ പോകുന്നേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ എഴുതപ്പെട്ട പാരമ്പര്യമായ പുസ്തകത്തിനകത്ത് എന്തേലും കാര്യം അവരുടെ ഇടയിലുണ്ടോ? എഴുതപ്പെട്ട പാരമ്പര്യമായ 27 പുസ്തകത്തിനകത്ത് എന്തേലും കാര്യം? ഒരെണ്ണം പോലും നേരെ ചൊവ്വയില്ല. ഒരെണ്ണം പോലും നേരെ ചൊവ്വയില്ല. ഓക്കെ, നമുക്ക് ഞാൻ ഇച്ചിരി ഇങ്ങനെ ഈ സ്പിരിറ്റ് കൂടി കഴിഞ്ഞാൽ ഞാൻ ഇച്ചിരി റേസ് ആവും. അതാ കുഴപ്പം. അതുകൊണ്ട് നമുക്ക് ശാന്തമായിട്ട് പോകാം. നമുക്ക് ശ്രദ്ധിച്ചേ വൈഡ്ലി ഡിസഗ്രിമെന്റ് ആയിരുന്നോ എന്ന് നോക്കാം. ഇത്രയും പുസ്തകം ഉണ്ടായിരുന്നോ എന്ന് നോക്കാം. ഈ കഥ സത്യത്തിലുണ്ടല്ലോ വളരെ ദോഷം ചെയ്തിട്ടുണ്ട് ക്രിസ്ത്യാനിറ്റിക്ക്. നിങ്ങൾ വായിക്കാൻ പഠിക്കുകയൊക്കെ ചെയ്യുന്നവരല്ലേ, ഇത്രയും പേര് ദൈവനം പഠിക്കാനായിട്ട് വന്നതല്ലേ. ഇന്ന് ക്രിസ്ത്യാനിറ്റി ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്ന ഒരു ലീഡിങ് ക്രിറ്റിക്കാണ് ബാർട്ട് എർമാൻ. കേട്ടിട്ടുണ്ടോ പേര്? ബാർട്ട് എർമാൻ. അദ്ദേഹത്തിന്റെ വെരി പോപ്പുലർ ബുക്കാണ് ലോസ്റ്റ് ക്രിസ്ത്യാനിറ്റീസ്. മറ്റൊരു പുസ്തകമാണ് ഫോർജർ, അല്ലെ ഫോർജറി എന്ന വാക്കിനെ ഫോർജർ. അദ്ദേഹത്തിന്റെ ഒരു ബുക്കാണ് ഫോർജർ. ആ പുസ്തകങ്ങളൊക്കെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ അവൈലബിൾ ആണ്. ഈ എർമാന്റെ ഗുരുവിന്റെ പേരാണ് വാൾട്ടർ ബൂവർ. ഹി വാസ് ഫ്രം ജർമ്മനി. വാൾട്ടർ ബൂവറിന്റെ നാട് ജർമ്മനി ആയിരുന്നു. സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് വാൾട്ടർ ബൂവർ ഒരു ബുക്ക് എഴുതി. അത് ജർമ്മൻ ഭാഷയിലാണ് എഴുതിയത്. ആ ബുക്കിന്റെ പേര്, അതിന്റെ ഇംഗ്ലീഷ് പേര് ഓർത്തഡോക്സി ആൻഡ് ഹെറസി ഇൻ ഏർലിയസ്റ്റ് ക്രിസ്ത്യാനിറ്റി. ഓർത്തഡോക്സി ആൻഡ് ഹെറസി ഇൻ ഏർലിയസ്റ്റ് ക്രിസ്ത്യാനിറ്റി. വാൾട്ടർ ബൂവറിന്റെ ഒരു പുസ്തകത്തിന്റെ പേരാണ്. അത് ജർമ്മൻ ഭാഷയിലായിരുന്നുകൊണ്ട് ഒത്തിരി ആളുകൾക്കും അത് അത് ഒത്തിരി പോപ്പുലർ ആയില്ല. എന്നാല് ഞാനൊരു ഡേറ്റ് മറന്നുപോയി. ഏകദേശം ഒരു 1985 മറ്റോ 1985 ആ സമയത്ത് somebody translated that book into English language. ഈ വാൾട്ടർ ബൂവറിന്റെ ബുക്ക്, അതിനെ ബൂവർ തീസിസ് എന്നാണ് പറയുന്നത്. ബൂവർ തീസിസ്. ആ പുസ്തകമാണ് എർമാനെ പോലെയുള്ള ആളുകളെ സ്വാധീനിച്ചത്. അതുകൊണ്ട് സാധാരണ തിയോളജിക്കൽ സർക്കിളിൽ വിളിക്കുന്നത് എർമാന്റെ ഗുരുവാണ് വാൾട്ടർ ബൂവർ എന്നാണ് പൊതുവെ ആളുകൾ പറയുന്നത്. ഇനി ഇത്രയും പേരൊക്കെ അങ്ങ് വിട്ടേക്ക്.
ഈ യർമാന് ലോസ്റ്റ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതി. ബൂവറിന്റെ തിസീസും രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്. ലോസ്റ്റ് ക്രിസ്ത്യാനിറ്റി അല്ല, ക്രിസ്ത്യാനിറ്റീസ്. ഞാൻ പറഞ്ഞതിനകത്ത് തെറ്റുണ്ട്, ക്രിസ്ത്യാനിറ്റീസ്. അങ്ങനെ പറയാനുള്ള കാരണം 2ഉം 3ഉം നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനിറ്റി ഇല്ലായിരുന്നു, എല്ലാം ഒത്തിരി ഉണ്ടായിരുന്നു, ഓരോരുത്തർക്കും ഓരോ പുസ്തകമായിരുന്നു എന്നൊരു കഥയാണത്. അതിന് കുറച്ച് എവിഡൻസ് ഒക്കെ അവർ കൊണ്ടുവരുന്നുണ്ട്. ആ ബുക്കിനെതിരെ അമേരിക്കയിൽ എഴുതിയ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം. പേര് വായിക്കാമോ? കഴിയുവാണെങ്കിൽ ഈ പുസ്തകം നിങ്ങൾ മേടിച്ച് വരുത്തി വായിക്കണം പ്ലീസ്. എൻ്റെ ഒരു അപേക്ഷയാണിത്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പറയാം, 10ാം ക്ലാസ്സിലെ സൺഡേ സ്കൂൾ പുസ്തകമല്ല, യർമാന്റെ തിസീസിനെതിരെ എഴുതിയ പുസ്തകമാണിത്. ആയിരക്കണക്കിന് കോപ്പികൾ വിറ്റഴിഞ്ഞ പുസ്തകമാണിത്. ഈ പുസ്തകത്തിന്റെ ഓഥറിന്റെ പേര്, എൻ്റെ ഒരു ഫേവറേറ്റ് ഓഥറാണ് മൈക്കിൾ ജെ ക്രൂഗർ. ഒന്ന് എഴുതി വെച്ചോളൂ, മൈക്കിൾ ജെ ക്രൂഗർ. വളരെ വിശുദ്ധനായ ഒരു ദൈവദാസൻ. ഇവിടെ അമേരിക്കയിലെ നോർത്ത് കറോളിനയിലുള്ള റിഫോംഡ് തിയോളജിക്കൽ സെമിനാരിയിലെ പ്രൊഫസർ ഓഫ് ന്യൂ ടെസ്റ്റ്മെന്റ് ആൻഡ് ഏർലി ക്രിസ്ത്യാനിറ്റി. ഹി ഈസ് ദ പ്രസിഡന്റ് ഓഫ് ദാറ്റ് സെമിനാരി ടുഡേ. കോവിഡ് ഇല്ലായിരുന്നു, ഞാൻ അദ്ദേഹത്തെ പോയിന്ന് കാണണമെന്ന് ഓർത്തിരിക്കുകയാണ്. അധികം താമസിക്കാൻ ഞാൻ പോയിന്ന് കാണുന്നതായിരിക്കും. ആ ദേവദാസന്റെ വർക്കുകൾ വളരെ ഒതന്റിക്കാണ്, വളരെ ഒതന്റിക്കാണ്. അമേരിക്കയിലൊക്കെയുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ആ ദേവദാസനെയൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ. 10 പുസ്തകമൊക്കെ സ്പോൺസർ ചെയ്തേക്കണം. പിണക്കൊന്നുമില്ലല്ലോ. ഇന്ത്യയിലുള്ള പാവങ്ങൾക്ക് പുസ്തകം മേടിക്കാൻ പൈസ എല്ലാം കൊണ്ട് മേടിച്ച് കൊടുത്തേക്കണമെന്നൂടെ ഞാൻ അങ്ങ് ഓർപ്പിക്കുകയാണ്. ആട്ടെ, നമുക്ക് തിരിച്ചു വരാം. ഈ ഡിസഗ്രിമെന്റിൽ ഏറ്റവും നല്ല പുസ്തകം ഞാൻ ഉപയോഗിച്ചത് ഇതാണ്. ആ ദേവദാസൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, അതിന്റെ സമ്മാൻ സബ്സ്റ്റൻസ് ഇന്ന് പറഞ്ഞ് ഞാനങ്ങ് നിർത്താം. 2ാം നൂറ്റാണ്ടിൽ തന്നെ അതിന്റെ ഒടുവിൽ AD 198 ആകുമ്പോഴത്തേക്ക് 24 പുസ്തകങ്ങൾ ഔട്ട് ഓഫ് 24 ബുക്സ് ആർ വൈഡ്ലി റെക്കഗ്നൈസ്ഡ് ആസ് സ്ക്രിപ്ചർ. 24 പുസ്തകങ്ങൾ. അതായത് ആ 24 പുസ്തകത്തിനകത്ത് ഇൻക്ലൂഡിങ് റെവലേഷൻ, അത് നമ്മൾ എടുത്തെടുത്ത് പറയണം, ഇൻക്ലൂഡിങ് റെവലേഷൻ. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം, 500 പുസ്തകമൊന്നുമില്ല, കഥയാണ്, വെറും കഥയാണ്. ഞാൻ അപ്പോക്രിഫൽ പുസ്തകങ്ങളെ പറ്റി പറയുമ്പോൾ അത് പറഞ്ഞുതരാം. വെറും കഥയാണ്. 24 പുസ്തകം എല്ലായിടത്തും അംഗീകരിച്ചു എന്ന വാക്കിനേക്കാൾ അർത്ഥം, ദേ ഡിസ്കവേർഡ് ദീസ് ബുക്സ് ആർ റിട്ടൺ ബൈ അപ്പോസ്റ്റൽസ്. 24 പുസ്തകങ്ങൾ. അതിനകത്ത് അവർക്ക് സംശയം ഉണ്ടായിരുന്ന പുസ്തകം ഏതായിരുന്നു അറിയാമോ? സംശയം ഉണ്ടായിരുന്ന പുസ്തകം പ്രധാനമായിട്ടും 2 പീറ്റർ, 2 and 3 ജോൺ. ഇതാണ് പ്രധാനമായിട്ട് സംശയം ഉണ്ടായിരുന്നത്. എന്നാൽ AD 180, ഞാനിപ്പോ 198ന്റെ കാര്യമാണ് പറഞ്ഞത്. AD 180 നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. 8ാം നൂറ്റാണ്ടിൽ 8th സെഞ്ചുറിയിൽ ഒരു ഫ്രാഗ്മെന്റ് കണ്ടെടുത്തിരുന്നു. ഒരു ഫ്രാഗ്മെന്റ്. ആ ഫ്രാഗ്മെന്റിന്റെ പേര് മുറോറ്റോറിയോൺ ഫ്രാഗ്മെന്റ് എന്നാണ്. മുറോറ്റോറിയോൺ ഫ്രാഗ്മെന്റ്. ആ ഫ്രാഗ്മെന്റിന്റെ ഓതർ പറഞ്ഞിരുന്നത്, അതിനകത്ത് നമ്മൾ നോക്കിയാൽ 22 ന്യൂ ടെസ്റ്റ്മെന്റ് ബുക്കിന്റെ ലിസ്റ്റ് കാണാം. 22 ന്യൂ ടെസ്റ്റ്മെന്റ് ബുക്കിന്റെ ലിസ്റ്റ് കാണാം. ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ നമുക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആകാനും ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. എങ്കിലും ഞാനൊന്ന് ശ്രമിക്കുകയാണ് കർത്താവിന്റെ കരുണയിൽ ആശ്രയിച്ച്. 22 ബുക്കിന്റെ ലിസ്റ്റ്. അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ആ 8ാം നൂറ്റാണ്ടിൽ കണ്ടെടുത്ത ഫ്രാഗ്മെന്റിന്റെ ഡേറ്റ് AD 180 ഫ്രാഗ്മെന്റ് ആണെന്നാണ് പറയുന്നത്. AD 180 മുറോറ്റോറിയോൺ ഫ്രാഗ്മെന്റ്. ആ മുറോറ്റോറിയം ഫ്രാഗ്മെന്റിനകത്ത് 22 പുസ്തകത്തിന്റെ ലിസ്റ്റ് ഉണ്ടെങ്കിൽ, ഇൻക്ലൂഡിങ് റെവലേഷൻ. അവിടെ റെവലേഷൻ ഉണ്ട് കേട്ടോ, ഇൻക്ലൂഡിങ് റെവലേഷൻ. ആ 22 പുസ്തകം ഉണ്ടെങ്കിൽ സിമ്പിൾ അർത്ഥം തന്നെ, മുറോറ്റോറിയന്റെ ഓതർ പറയുന്നത് അദ്ദേഹത്തിന്റെ കാലത്ത് 22 പുസ്തകങ്ങൾ എല്ലാ ക്രിസ്തീയ സഭകളിലും യൂണിവേഴ്സൽ ആയിട്ട് ഉപയോഗിച്ചിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. AD 180. AD 198 ആയപ്പോഴത്തേക്ക്
24 പുസ്തകങ്ങൾ എല്ലായിടത്തും ഉപയോഗിച്ചിരുന്നു. 24 പുസ്തകങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഇനിയും നാളെ ഞാൻ ബാക്കി പറയാം. AD 250 during the time of Origen, church father Origen. AD 250 അദ്ദേഹത്തിന്റെ വളരെ പോപ്പുലറായ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. ഹൊമിലീസ് ഓഫ് ജോഷുവ എന്നാണ് ആ പ്രസംഗം അറിയപ്പെടുന്നത്. ഹൊമിലീസ് ഓഫ് ജോഷുവ. ആ പ്രസംഗത്തിന്റെ എഴുത്ത്, അതിന്റെ സ്ക്രിപ്റ്റ്, ആ ഹൊമിലീസ് ഓഫ് ജോഷുവ ചാപ്റ്റർ 7 വേഴ്സ് 1. ഈ റെഫറൻസ് നോട്ട് ചെയ്യണം. ചാപ്റ്റർ 7 വേഴ്സ് 1. ഹൊമിലീസ് ഓഫ് ജോഷുവ 3rd സെഞ്ചുറിയിലെ ഒരു ഡോക്യുമെന്റ് ആണ്. ചാപ്റ്റർ 7 വേഴ്സ് 1. ആ 7 വേഴ്സ് 1 പറയുന്നത് എന്താണെന്നറിയാമോ? 27 പുസ്തകങ്ങളും യൂണിവേഴ്സലായി സഭ റെക്കഗ്നൈസ് ചെയ്തു. AD 250 ആയപ്പോഴത്തേക്ക് യൂണിവേഴ്സലായി. അദ്ദേഹം അതിനെ കണക്ട് ചെയ്തത് എങ്ങനെയാണെന്നറിയാമോ? ഒരു നെറ്റിനോടാണ്, ഒരു വലയോട് കണക്ട് ചെയ്തു. പഴയ നിയമത്തിലെ നെറ്റ് അത് കംപ്ലീറ്റ് ആയിരുന്നില്ല. എന്നാൽ യേശുവും അപ്പോസ്തലന്മാരുടെയും ചേർന്നപ്പോൾ അവരുടെ എഴുത്തുകളാൽ ഈ നെറ്റ് കംപ്ലീറ്റ് ആയി. വി ഹാവ് ഓൺലി 27 ബുക്ക് ഹാൻഡഡ് ഡൗൺ ബൈ അപ്പോസ്റ്റൽസ്, റിട്ടൺ ബൈ അല്ലെങ്കിൽ മെസ്സേജ് ബൈ ഒറിഗൺ AD 250. AD 250. ഇനി എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. ക്ലാസ് നിർത്തി തീരുക. AD 250 ഒറിഗന്റെ ഒരു പ്രസംഗമാണ്. നമുക്ക് 27 പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങൾ പഴയ നിയമത്തിലെ പുസ്തകങ്ങളെയും പുതിയ നിയമത്തിലെ പുസ്തകങ്ങളെയും ഒരു നെറ്റിനോട് അലഗറി ചെയ്യാം. പഴയ നിയമത്തിലെ പുസ്തകങ്ങൾ ആ നെറ്റ് കംപ്ലീറ്റ് ആയിരുന്നില്ല. പുതിയ നിയമത്തിലെ അപ്പോസ്തലന്മാരുടെ എഴുത്തിലൂടെ ആ നെറ്റ് കംപ്ലീറ്റ് ആയി. സഹോദരങ്ങളെ എന്ന് പറഞ്ഞൊരു പ്രഭാഷണമാണ് ഒറിഗൺ നടത്തുന്നത്. അങ്ങനെ ഒരു പ്രസംഗം നടത്തണമെങ്കിൽ ക്വയറ്റ് കോമൺ ആയിട്ട് കേൾവിക്കാർക്കും they are familiar with we have only 27 books. 27 പുസ്തകങ്ങളെ ഞങ്ങൾക്കുള്ളൂ എന്നറിയാവുന്ന ജനത്തിന്റെ മുന്നിലാണ് ഒറിഗൺ ഈ പ്രഭാഷണം നടത്തുന്നത്. ഒരു പുതിയ കാര്യം കേൾക്കുന്ന പോലെ അല്ല ജനം കേട്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം AD the very early Christianity, അഥനേഷ്യസിന്റെ AD 367 ലെറ്ററിന് മുമ്പ് ഏതാണ്ട് 1 century ago 27 book recognized by the universal church. ഒരു വിധം ക്ലിയർ ആയോ ഞാൻ പറഞ്ഞ കാര്യം? ഒരു വിധം. സ്തോത്രം. ഇതാണ് നമ്മൾ ഇന്ന് കൊണ്ടു നടക്കുന്ന പുസ്തകം. അല്പം കൂടെയും ചരിത്രം പറഞ്ഞാൽ ലോകത്തിലെ ആന്റിക്വിറ്റീസിനും വേദപുസ്തകത്തിലെ കൈയെഴുത്ത് പ്രതികൾ, മാനുസ്ക്രിപ്റ്റ് ഉള്ള പോലെ ഒരു കൈയെഴുത്ത് പ്രതിയും ഒരു പുസ്തകത്തിനെ പറ്റിയില്ല. 5700 കൈയെഴുത്ത് പ്രതികൾ പുതിയ നിയമത്തെ പറ്റിയുണ്ട്. 5700. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, AD 330 കോഡസ് സൈനാറ്റിക്കസ് അല്ലെങ്കിൽ സൈനാറ്റിക്കസ് എന്ന് പറയുന്നൊരു കോഡസ് ഉണ്ട്. ഒരു ചുരുളാണ്, ഒരു കോഡക്സ് ആണ്. ബ്രിട്ടീഷ് ലൈബ്രറിയിൽ ആ കോഡക്സ് മുഴുവനുണ്ട്. പോയി കാണണം. 27 പുസ്തകമുണ്ട്. ഡേറ്റ് ഇട്ടേക്കുന്നത് AD 330. ഇത്രയും ആധികാരികമായ ഒരു രേഖയാണ് കഥ പറയുന്നത്. 10,000 പുസ്തകങ്ങളിൽ നിന്ന് സഭയുണ്ടാക്കിയ പുസ്തകമാണ് ബൈബിൾ. അതുകൊണ്ട് ബൈബിളിന്റെ മേൽ സഭയ്ക്കാണ് അധികാരമുള്ളത്. നോ, അങ്ങനല്ല. പുസ്തകമാണ് സഭയെ നിർമ്മിച്ചത്. ഞങ്ങൾ അധികാരം കൊടുത്തപ്പോഴാണ് പുസ്തകം അതോറിറ്റേറ്റീവ് ആയത്. നോ, വി ഹാവ് നമുക്കുള്ള പുസ്തകങ്ങൾ സെൽഫ് ഒതന്റിക്കേറ്റഡ് ആണ്. We have a patristic testimony too that books are self-authenticated.
ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഈ ആകാശത്തെ നോക്കിയാൽ, ഭൂമിയെ നോക്കിയാൽ, സങ്കീർത്തനം 19, റോമാലേഖനം 1-ാം അധ്യായം, ദൈവത്തിന്റെ ഇംപ്രിന്റ് കാണാം. അങ്ങനെ വായിക്കുന്നത്, ദൈവത്തിന്റെ ഇംപ്രിന്റ് കാണാം. ആകാശത്തിലും ഭൂമിയിലും ദൈവത്തിന്റെ ഇംപ്രിന്റ് കാണാമെങ്കിൽ 27 പുസ്തകങ്ങൾ മനുഷ്യന്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞാൽ എത്ര ദുഃഖമാണത്. 27 പുസ്തകങ്ങളിൽ എത്രയോ ആധികാരികമായിട്ട് ദൈവത്തിന്റെ ഇംപ്രിന്റ് കാണാം. ഓൾ സ്ക്രിപ്ചർ ഈസ് ഇൻസ്പയർഡ്. ഈ 27 പുസ്തകത്തിന്റെ കാനോൻ തീരുമാനിക്കാൻ ഒരു കമ്മിറ്റിയും കൂടിയിട്ടില്ല. ചരിത്രത്തിൽ അങ്ങനെ നടന്നിട്ടില്ല. AD 1543 ഒരു ട്രെൻഡ് കൗൺസിൽ നടന്നിട്ടുണ്ട്. നിങ്ങളുടെ പാസ്റ്റർക്ക് അതിനെപ്പറ്റി നല്ലപോലെ അറിയാൻ, ചോദിച്ചാൽ പറഞ്ഞു തരും. പ്രിയപ്പെട്ടവരെ, അതിനു മുമ്പ് വരെ ഒരു കമ്മിറ്റിയും കൂടിയിട്ടില്ല, ഒരു പ്രെസ്ബിറ്ററിയും കൂടിയിട്ടില്ല. ദൈവത്തിന്റെ മഹാകരുണയാൽ 27 പുസ്തകങ്ങളെ നമുക്കുള്ളൂ. 28ാമതൊന്നില്ല. നഷ്ടപ്പെട്ട കൊരിന്ത്യർക്ക് പൗലോസ് എഴുതിയ ലേഖനമോ ലവോദിക്ക ലേഖനമോ യൂണിവേഴ്സൽ ചർച്ചിന് ആവശ്യമില്ല എന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട തെളിവ്, 2-ാം നൂറ്റാണ്ടിലോ 3-ാം നൂറ്റാണ്ടിലോ ഒരു സഭാപിതാക്കന്മാരും ആ പുസ്തകങ്ങളെ പറ്റി ഒരിടത്ത് പോലും സംസാരിച്ചതിന് നോട്ട് ഈവൻ എ സിംഗിൾ റെഫറൻസ്. ഒരു റെഫറൻസ് പോലും ഇല്ല. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ 2000 വർഷമായി സഭയ്ക്ക് നിലനിൽക്കാൻ, ദൈവമക്കൾക്ക് ആ നിത്യജീവന്റെ പൂർത്തീകരണത്തിലെത്താൻ ആ പുസ്തകങ്ങൾ ആവശ്യമുണ്ടായിരുന്നില്ല എങ്കിൽ ഇന്നു മുതൽ ആ പുസ്തകത്തിന് ഒരിക്കലും ആവശ്യം വരത്തുമില്ല. നമ്മുടെ കാനോൻ ക്ലോസ്ഡ് ആണ്. ഓൺലി 27 ബുക്സ്. ഇതിന് ഒരു ചർച്ച് കൗൺസിലിന്റെ അംഗീകാരമല്ല, അഥനേഷ്യസ് തിരുമേനി തന്നതുകൊണ്ടല്ല. സ്ക്രിപ്ചർ ഈസ് സെൽഫ് ഒതന്റിക്കേറ്റഡ്. വി ഹാവ് ഹിസ്റ്റോറിക്കൽ റീസൺ ആൻഡ് വി ഹാവ് ബിബ്ലിക്കൽ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എവിഡൻസസ് ഫോർ ദാറ്റ്. ഐ ഹോപ്പ് ഒരുവിധം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട പുസ്തകമായിട്ടാണ് നമ്മൾ നടക്കുന്നത്. തിരുവെഴുത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ. നാളെ ദൈവം എന്ന് വെച്ചാൽ കൂടാം. കഴിയുന്നിടത്തോളം ആൾക്കാരൊന്ന് പങ്കെടുക്കണം, പഠിക്കണം എന്നെ വിനീത അപേക്ഷയാണ്. ഞാൻ ഇനി എവിടെയെങ്കിലും പ്രസംഗിക്കാൻ വരുമ്പോൾ നിങ്ങൾ ആരും വന്നില്ലേലും എനിക്കൊരു കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല. കർത്താവ് സഹായിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ദൈവനാമം എപ്പോഴും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. നാളെ നമുക്ക് അല്പം കാര്യമായിട്ട് നോക്കാം, സമയം കിട്ടുന്നത്രയും നോക്കാം.